വേട്ടമൃഗം അവസാന ഭാഗം കേൾക്കാം. വാഹനങ്ങളിൽ നിന്നും പോലീസ് സേന പുറത്തിറങ്ങി. മേലുദ്യോഗസ്ഥന്മാരുടെ ആജ്ഞയ്ക്കായി അവർ കാത്തുനിന്നു. എന്തും ചെയ്തു കൊള്ളുവാൻ നേരത്തെ തന്നെ അവർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതാണ്. അബ്കാരി മധുസൂദനൻ ഒരു ജീപ്പിന്റെ ബോണറ്റിൽ ചാരി നിന്നു. SP രാമചന്ദ്രന്റെ നിർദ്ദേശാനുസരണം പോലീസുകാരിൽ ഒരാൾ കോളനിയിലേക്കുള്ള വൈദ്യുതി ലൈനിന്റെ ഫ്യൂസ് ഊരിയെടുത്തു. സർവത്ര അന്ധകാരം. സ്റ്റാർട്ട്! SP അലറി. ഇറച്ചി കഷ്ണങ്ങളുടെ മേൽ നായക്കൾ ചാടി വീഴുന്നത് പോലെയാണ് പോലീസുകാർ ഓരോ വീടിനു മുന്നിലും എത്തിയത്. വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അവർ അകത്തേക്ക് ചാടിക്കയറി. ഓരോ വീട്ടിൽ നിന്നും ആർത്തനാദങ്ങൾ ഉയർന്നു. തോക്കിന്റെ പാത്തുകൊണ്ട് പുരുഷന്മാരെ തല്ലിയ പോലീസുകാർ സ്ത്രീകളുടെ മേലേക്ക് മറിഞ്ഞു. മുറവിളി കൂട്ടിയവരുടെ വായിൽ അവരുടെ വസ്ത്രങ്ങൾ തന്നെ വലിച്ചു കീറി കുത്തിത്തിരുകി. ബലപ്രയോഗത്തിനിടയിൽ മണ്ണെണ്ണ ടിന്നുകൾ നിലത്ത് വീണു. തീപ്പെട്ടി വരച്ച ഒരു മനുഷ്യൻ ഉൾപ്പെടെ തീ കത്തി. ഒരു പന്തം പോലെ അയാൾ പുറത്തേക്കോടി. വീടിന് തീ പിടിച്ചു. ചുറ്റും പകൽ പോലെ വെളിച്ചം. തീ അണയ്ക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല. പുരുഷന്മാരിൽ പലരും ഇരുളിലേക്ക് ഊളിയിട്ടു. ചിലർ പോലീസുകാരോട് ഏറ്റുമുട്ടി. വയറ്റിൽ ബാനറ്റുകൾ കുത്തിയിറക്കിയിട്ട് അവരെ പോലീസുകാർ തീക്കുള്ളിലേക്ക് എടുത്തെറിഞ്ഞു. ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് തീ പടർന്നു തുടങ്ങി. വാഴയുടെ മറവിൽ ഒരു പോലീസുകാരൻ തന്റെ ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന കണ്ട കോളനി നിവാസി ചുറ്റും നോക്കി. പോലീസുകാരന്റെ തോക്ക് കണ്ടു. മറ്റൊന്നും ചിന്തിക്കാതെ അയാൾ തോക്കെടുത്തു. എടാ! അലർച്ചയോടെ അത് അയാളുടെ പുറത്ത് കുത്തിയിറക്കി. പോലീസുകാരൻ പിടഞ്ഞു. സ്ത്രീയാകട്ടെ വസ്ത്രം വാരി ചുറ്റിക്കൊണ്ട് ഓടി. രംഗം കണ്ടുനിന്ന SP രാമചന്ദ്രൻ തന്റെ റിവോൾവർ എടുത്തു. ബുള്ളറ്റ് കോളനിക്കാരന്റെ മാറിടം തകർത്തു. അയാൾ പോലീസുകാരന്റെ മുകളിലേക്ക് തന്നെ വീണു. തീ ഓരോ വീടുകളിലേക്കും പടരുകയാണ്. ഇരുളിൽ മറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരുടെ ഹൃദയത്തിലും അഗ്നി എരിഞ്ഞു. തങ്ങളുടെ അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളും. പക്ഷെ വെളിച്ചത്തിലേക്ക് വന്നാൽ ജീവനോടെ തിരികെ പോകാനാവില്ല. 10 വയസ്സിന് മുകളിലുള്ള ഒറ്റ പെൺകുട്ടികളെ പോലും പോലീസുകാർ വെറുതെ വിട്ടില്ല. ഇതൊക്കെ കണ്ട് മധുസൂദനൻ പൊട്ടിച്ചിരിച്ചു. 14 വയസ്സുള്ള അന്ധനായ ഒരു പയ്യന് എന്തിന്റെ ബഹളമാണെന്ന് മനസ്സിലായില്ല. മോനെ, ഓടിക്കോടാ! അമ്മ വിളിച്ചു പറഞ്ഞത് മാത്രം അവൻ കേട്ടു. തപ്പിത്തടഞ്ഞ് അവൻ എഴുന്നേറ്റു. അപ്പോൾ അവന്റെ അമ്മ ഒരു പോലീസുകാരന്റെ കൈകളിൽ കിടന്ന് പിടയുകയായിരുന്നു. അവൻ വാതിൽ കടന്ന മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എതിരെ ഒരു പോലീസുകാരൻ വന്നത്. പോലീസുകാരൻ ഒന്നും നോക്കിയില്ല. തോക്കിന്റെ പാത്തിയുയർത്തി ഒറ്റയടി. ശിരസ് നടുവെ പിളർന്ന് ആ പാവം തറയിൽ വീണ് പിടച്ചു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ പ്രവൃത്തികളാണ് കോളനിയിൽ അരങ്ങേറിയത്. എത്രയെത്ര സ്ത്രീകളുടെ ചാരിത്രം നഷ്ടമായി. എത്ര പേർ രക്തസാക്ഷികളായി. ബഹളം കേട്ടപ്പോൾ തന്നെ നാണവും ചിരിതയും വീടിന് വെളിയിലിറങ്ങി ഓടിയതിനാൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇൻസ്പെക്ടർ വിജയകാന്ത് ആദ്യം ഓടിയെത്തിയത് അവിടെയായിരുന്നു. ശിവപ്രസാദിന്റെ അച്ഛനമ്മമാരെ ചുട്ടുകൊല്ലണമെന്നായിരുന്നു തീരുമാനം. നിരാശനായ അയാൾ ആ വീടിന് തീ വെച്ചു. ഉദ്ദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കോളനിയിലെ പാതിയോളം വീടുകൾ അഗ്നിക്കിരയായി. ഒപ്പം പോലീസുകാരുടെ അധമ വികാരങ്ങളും കെട്ടടങ്ങി. SP വിസിൽ മുഴങ്ങിയപ്പോൾ അനുസരണയുള്ള നായ്ക്കളെ പോലെ പോലീസുകാർ മടങ്ങിയെത്തി. പോലീസ് വാഹനങ്ങൾ ഒന്നൊന്നായി അകന്നുപോയി. ഇരുളിൽ അഭയം തേടിയെന്നവർ പാഞ്ഞെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ദയനീയമായിരുന്നു. വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടാണ് ജയസൂര്യൻ ഉണർന്നത്. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. അവൻ വാതിൽ തുറന്നു. ആര്യ. എന്താ ഏട്ടത്തി? ആര്യയുടെ മുഖത്ത് പരിഭ്രമം. കോളനിയിൽ പോലീസ് അതിക്രമം കാട്ടി കുറെ പേരെ ജയനെ തേടി മുറ്റത്ത് നിൽക്കുന്നു. അവൻ മുറ്റത്തേക്ക് ഓടി. അവിടെ നിൽക്കുന്ന കോളനിക്കാരെ അവൻ വീഴ്ച നോക്കി. എല്ലാം പോയി ജയ. അവർ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഇപ്പൊ വരാം. അവൻ അകത്ത് ചെന്ന് ഷർട്ട് എടുക്കുമ്പോൾ ശിവപ്രസാദ് മുറിയിലേക്ക് പാഞ്ഞു വന്നു. ഞാൻ പോവുകയാ. എല്ലാറ്റിനെയും ഞാൻ കൊല്ലും. അവൻ പുറത്തേക്ക് പോകാൻ ഭാവിച്ചു. നിൽക്കട അവിടെ! ജയസൂര്യന്റെ ആജ്ഞ. ചങ്ങലക്കിട്ടതുപോലെ ശിവന്റെ കാലുകൾ നിശ്ചലമായി. ഞാൻ പറയാതെ നീ എവിടെ നിന്ന് ഇറങ്ങിയാൽ? ശിവപ്രസാദിന്റെ തല കുനിഞ്ഞു. വേണ്ട, ശിവൻ ഇപ്പൊ പോവണ്ട. ആരെയും തടഞ്ഞു. വെറുതെ ബഹളം കൂട്ടി അച്ഛനെ അറിയിക്കും വേണ്ട. കോളനിക്കാരുടെ ഒപ്പം ജയസൂര്യനും യാത്രയായി. കോളനിയിൽ എത്തിയപ്പോഴേക്കും നേരം നന്നെ പുലർന്നിരുന്നു. അവിടെ കണ്ട ദൃശ്യങ്ങൾ ജയസൂര്യന്റെ ഹൃദയം തകർത്തു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയണമെന്ന് അവന് തോന്നി. കീറി പറഞ്ഞ വസ്ത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും. അവരെ അഭിമുഖീകരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. നാണവും ചിരിതയും അവന്റെ മുന്നിലെത്തി. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ജയസൂര്യൻ. ആകെ നിശബ്ദത. കത്തിക്കരഞ്ഞ വീടുകളിൽ നിന്നും അപ്പോഴും പുക മുകളിലേക്ക് ഉയരുന്നുണ്ട്. കാക്കകളുടെ വികൃത ശബ്ദം മാത്രം അവിടെ മുഴങ്ങി.
കോളനിയുടെ മണ്ണിൽ വീണ ചുടുചോരകൾക്ക് ചുറ്റും എറുമ്പുകൾ വട്ടം കൂടി. ഞങ്ങൾ എന്തു ചെയ്യണം തമ്പ്ര? ഒരു വൃദ്ധന്റെ ചോദ്യം. ജയസൂര്യൻ തലയുയർത്തിയപ്പോൾ മുഖത്ത് പടർന്നിരുന്ന നനവ് മറ്റുള്ളവർ കണ്ടു. എന്ത് ദ്രോഹം ചെയ്തിട്ടാ അവർ ഞങ്ങൾ ഇങ്ങനെ? വിഷമദ്യ ദുരന്തത്തിന് പിന്നാലെ മറ്റൊരു മഹാദുരന്തം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നിട്ടോ? ജയസൂര്യന്റെ സിരകളിൽ പ്രതികാരത്തിന്റെ അഗ്നി പ്രവഹിക്കുകയായിരുന്നു. അബ്ഗാരി മധുസൂദനാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കുവാൻ അവന് അധിക നേരം വേണ്ടി വന്നില്ല. ചോരയ്ക്ക് ചോര. പക്ഷെ കോളനിക്കാർക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെ വീണ്ടെടുക്കും? എത്ര പേർ മരിച്ചു? അവസാനം ജയന്റെ നാവ് ചലിച്ചു. 11. വിഷമദ്യത്തിന്റെ പേരിൽ 53. 2 പേർ ഇപ്പോ ആശുപത്രിയിൽ മരണവുമായി മല്ലിടുന്നു. ഇപ്പോ 11 കൂടിയായി. 66 ജീവന് ആര് കണക്ക് പറയും? ജയസൂര്യൻ മുന്നോട്ട് നടന്നു. അവന്റെ പിന്നാലെ കോളനിക്കാരും. മരിച്ചു കിടന്ന അന്ധനായ പയ്യനിൽ ജയന്റെ കണ്ണുകളുടക്കി. ശവശരീരം കയ്യിൽ കോരിയെടുത്തു. അതുകൊണ്ട് മറ്റു ശവശരീരങ്ങളും കോളനിക്കാർ താങ്ങിയെടുത്തു. ആ സംഘം വിലാപയാത്രയായി റോഡിലിറങ്ങവേ പോലീസ് അകമ്പടിയോടെ ഒരു കാർ പാഞ്ഞെത്തി. കോളനിക്കാർക്ക് മുമ്പിൽ കാർ നിന്നു. അതിൽ നിന്നും MLA രാജസേനൻ പുറത്തിറങ്ങി. എടാ! കൊടുങ്ങനെ ശവശരീരം താഴെ കിടത്തിയിട്ട് ജയസൂര്യൻ മുന്നോട്ട് കുതിച്ചു. നീയൊക്കെ ജനസേവകനായിരിക്കുന്നതാടാ ജനങ്ങൾക്ക് ശാപം. MLA രാജസേനന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ജയസൂര്യൻ അലറി. നിന്നെയൊക്കെ കൊല്ലാതെ ഈ നാളെ ഒരിക്കലും നന്നാകില്ലടാ. MLAക്ക് ശ്വാസം മുട്ടി. അദ്ദേഹത്തിന്റെ കണ്ണു തള്ളിപ്പോയി. അപ്പോഴേക്കും പോലീസുകാർ ഇടപെട്ട് ജയസൂര്യനെ പിടിച്ചു മാറ്റി. അദ്ദേഹം ആശ്വാസപൂർവ്വം നിശ്വസിച്ചു. കൈകൊണ്ട് കഴുത്തിൽ തടവി. പോലീസുകാരനോട് ജയസൂര്യനെ വിടുവാൻ ആംഗ്യം കാട്ടി. അവർ അനുസരിച്ചു. നീ എന്തിനാ എന്നോട് മല്ലിടുന്നത്? ഞാൻ എന്ത് ചെയ്തു? MLA തിരക്കി. ഒന്നും അറിയില്ല അല്ലേ? ദേ കുറെ ശവശരീരങ്ങൾ നേതാവും നിയമപാലകരും കൂടി കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. രാജസേനൻ മെല്ലെ ചിരിച്ചു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത് തന്നെ. ജയൻ ഞെട്ടി. കോളനിക്കാർ പരസ്പരം നോക്കി. പത്രത്തിൽ വാർത്തയോ? ഇല്ല. അർദ്ധരാത്രിക്ക് ശേഷം ഉണ്ടായ ഈ സംഭവം ഒരിക്കലും പത്ര ഓഫീസിൽ എത്താൻ സമയം കിട്ടിയിരിക്കില്ല. പിന്നെ ചതി. നേരത്തെ വാർത്ത തയ്യാറാക്കി വച്ചിരുന്നതാണ്. എവിടെ പത്രം? ജയസൂര്യന് വിശ്വസിക്കാൻ പ്രയാസം. MLA കാറിന്റെ പിൻസീറ്റിൽ നിന്നും പത്രമെടുത്ത് ജയന് നൽകി. കോളനിയിൽ നക്സലിസം, വെടിവെപ്പും മരണവും. വാർത്തയുടെ തലക്കെട്ട് അതായിരുന്നു. ജയസൂര്യന് ഒന്നും മനസ്സിലായില്ല. വാർത്തയിൽ മിഴിവുടക്കി. കോളനിയിൽ താമസിക്കുന്നവർ പൂർണ്ണമായും നക്സലുകളാണെന്ന് അവരുടെ രഹസ്യ യോഗത്തിൽ വിദഗ്ധമായി കടന്നെത്തുവാൻ കഴിഞ്ഞിട്ടുള്ള SI വിജയകാന്ത് മനസ്സിലാക്കി. തുടർന്ന് IG-യുടെയും ആഭ്യന്തരമന്ത്രിയുടെയും രഹസ്യാന്വേഷണങ്ങളിൽ നിന്നും ഈ വസ്തുത വ്യക്തമായി തെളിഞ്ഞു. സംസ്ഥാനത്തെ ആകമാനം തകിടമറിക്കുവാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ചെയ്തു വരികയായിരുന്നു ഇവർ. ഇതിനിടെ 2 ചരക്ക് തീവണ്ടികൾ തകിടം മറിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുവാനും ആയുധങ്ങൾ കൈയടക്കുവാനും ഇവർ തയ്യാറാകുന്ന അവസരത്തിലായിരുന്നു പോലീസ് കോളനി വളഞ്ഞതും ആക്രമണം ആരംഭിച്ചതും. തുടർന്ന് വായിക്കാൻ ജയസൂര്യന് കഴിഞ്ഞില്ല. അവൻ തലയുയർത്തി MLAയെ നോക്കി. കള്ളമാണിതെല്ലാം. എങ്ങനെ തെളിയിക്കാൻ നിങ്ങൾക്കാവുമോ? മലയാളത്തിലെ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള പത്രത്തിലെ പ്രധാന വാർത്തയാണിത്. പണം മുടക്കിയാൽ വാർത്തയിടാനാണോ സർ ബുദ്ധിമുട്ട്? തെളിവുകളുണ്ട്. ഇന്നലെ എവിടെ നിന്നും കണ്ടെടുത്ത ആയുധങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ സത്യത്തിനും നീതിക്കും ഒരു വിലയുമില്ലേ സർ? എന്നാര് പറഞ്ഞു? സത്യം സത്യം തന്നെയാണ്. അതുള്ളവർക്ക് നീതി ലഭിക്കും. ജയൻ കാർക്കിച്ചു തുപ്പി. പണമുള്ളവർക്ക് അടിയറവ് പറയുന്ന നിയമം, അധോലോക നായകന്മാർ തിരിക്കുന്ന ഭരണചക്രം. നാട്ടിൽ എന്ത് നടന്നാലെന്താ? നേതാക്കന്മാർക്ക് സുഭിക്ഷമായി കീശ വേർപ്പിക്കാമല്ലോ. ജയസൂര്യൻ ഇത്രയും ആവേശം അരുത്. സാവകാശം ചിന്തിച്ചു നോക്കൂ. നക്സലൈറ്റുകളായ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ് താനിപ്പോ. ഇനി ഒരു പക്ഷെ അവരുടെ നേതാവെന്ന സംശയത്തിൽ തന്നെയും കസ്റ്റഡിയിലെടുക്കാൻ നിയമമുണ്ട്. ജയസൂര്യന്റെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. അങ്ങനെയും സംഭവിക്കുകയില്ല. ശത്രുക്കൾ ഒന്നു ചേർന്ന് തന്നെ അറസ്റ്റ് ചെയ്യിച്ച് പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ച പോരെ? MLA തുടർന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ്. ജയസൂര്യൻ ഈ പ്രശ്നത്തിൽ ഒന്നും ഇടപെടരുത്. കോളനിയിൽ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. മണ്ണാകട്ട. തൽക്കാലം എന്തു വേണമെന്ന് എനിക്കും അറിയാം. സാറ് പോയാട്ടെ. രാജസേനന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഈയാം പാറ്റ. ഇല്ലത്തിന്
അടുത്ത തലമുറ വേണ്ടെന്നാണോ ജയന്റെ ആഗ്രഹം? അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ ജയസൂര്യൻ ഒരു ഭീരുവല്ല. എന്തായാലും ഇറങ്ങി. ഇനി ഇതിന്റെ അന്ത്യം കണ്ടിട്ടേ അടങ്ങുള്ളൂ. വെരി ഗുഡ്. MLA മടങ്ങിപ്പോയി. എന്നാൽ പോലീസുകാർ കോളനിക്ക് ചുറ്റും നിലയുറപ്പിച്ചു. ശവശരീരങ്ങളുമായി പുറത്തിറങ്ങുവാൻ പോലീസുകാർ ആരെയും അനുവദിച്ചില്ല. ജയസൂര്യൻ അവിടെ നിന്നും ഇല്ലത്തെത്തി. ശിവപ്രസാദിനോടും ആര്യയോടും വിവരങ്ങൾ പറഞ്ഞിട്ട് എവിടേക്കോ യാത്രയായി. പ്രതിപക്ഷം വെറുതെ ഇരുന്നില്ല. കിട്ടിയ കനകാവസരം അവർ ശരിക്കും വിനിയോഗിച്ചു. നാട്ടിലുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഹരിജനമർദ്ദനം അവസാനിപ്പിക്കുക, അക്രമ രാഷ്ട്രീയം അറബിക്കടലിൽ, കൊലപാതക ഭരണകൂടം രാജിവെക്കുക. കേരളത്തിലുള്ള എല്ലാ ഘടകമ്പോളങ്ങളും ഹർത്താൽ ആചരിച്ചു. കണ്ണിൽ കണ്ട സർക്കാർ ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തു. നാട്ടിൽ ലഹള പടർന്നു പിടിക്കുകയായിരുന്നു. ഹരിജൻ കോളനിയിലെ സ്ത്രീകളെ അതിക്രൂരമാവിധം മാനഭംഗത്തിനിരയാക്കിയ സംഭവം കേരളത്തിലെ വനിതാ സംഘടനകളിൽ സംസാരത്തിനുള്ള പ്രേരണ നൽകി. അത്യാവശ്യമുള്ളയിടങ്ങളിലെല്ലാം റിസർവ് പോലീസിനെ ഇറക്കിയിരിക്കുകയാണ് സർക്കാർ. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. എന്നാൽ മാനനശിച്ച അമ്മപെങ്ങന്മാരുടെ കാര്യമോ? ബന്ധപ്പെട്ടവർക്കൊക്കെ പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. നിയമസഭ കൂടിയപ്പോഴും പ്രശ്നം പൊന്തി വന്നു. ആകെ ബഹളം. ഹരിജൻ കോളനിയിൽ പോലീസ് സ്ത്രീകളോട് അതിക്രമം കാണിച്ചിട്ടില്ലെന്നും നക്സലൈറ്റുകളുമായി ഉണ്ടായ പോരാട്ടത്തിൽ മരണങ്ങൾ സംഭവിച്ചതാണെന്നും ഭരണകക്ഷിക്കാർ വാദിച്ചു. പക്ഷേ പ്രതിപക്ഷം അതിനെ എതിർത്തു. നിയമസഭയിൽ തെറിവിളിയും പോർവിളിയും നടന്നു. ഇരുകക്ഷിക്കാരും ചാടി എഴുന്നേറ്റ് പരസ്പരം ഒടുതുണി അയച്ചു കാണിച്ചു. ഒന്നും തള്ളുമായി. ഒരു പ്രതിപക്ഷ മെമ്പർ ഭരണകക്ഷിക്കാരനെ ചെരിപ്പുറിയെറിഞ്ഞു. സ്പീക്കറുടെ വിലക്കുകളൊന്നും ആരും ചെവികൊണ്ടില്ല. അവസാനം സ്പീക്കർക്ക് പോലീസ് സഹായം തേടേണ്ടി വന്നു. നിയമസഭാ നടപടികൾ നിർത്തിവെക്കപ്പെട്ടു. പിറ്റേന്ന് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അറിയുവാൻ അന്വേഷിക്കുവാൻ ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിയെ അന്വേഷണ കമ്മീഷനായി നിയോഗിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പുണ്ടായി. ഏതാനും ഭരണകക്ഷി MLA മാരും അബ്കാരി കോൺട്രാക്ടർ മധുസൂദനും മുഖ്യമന്ത്രിയുടെ വസതിയിൽ സമ്മേളിച്ചു. ഒപ്പം എക്സൈസ് വകുപ്പ് മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു രഹസ്യയോഗം. നിങ്ങൾ മാത്രമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. മുഖ്യമന്ത്രി സേതുനാഥ് മധുസൂദനനെ നോക്കി. ഇപ്പോ മന്ത്രിസഭയുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ആകെ പൊളിഞ്ഞെന്ന്. അന്വേഷണ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിക്കോളും സാറ്. MLA രാജസേനൻ ചിരിച്ചു. മന്ത്രിസഭയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല. മധുസൂദനൻ മുന്നോട്ടാഞ്ഞിരുന്നു. ഞാൻ നിങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ തന്നെ കാണുന്നുണ്ട്. അയാൾ തിരിഞ്ഞ് എക്സൈസ് വകുപ്പ് മന്ത്രി ചാക്കോ വട്ടപ്പറമ്പിനെ നോക്കി. താങ്കൾ ഒരു ഉപകാരം കൂടി ചെയ്തു തരണം. ഞാൻ വിറ്റ വിഷമദ്യം സർക്കാർ കോട്ടയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ ഏറ്റു. പക്ഷേ ഇതൊക്കെ പിന്നീട് പ്രശ്നമാവരുത്. ഇല്ലെന്നേ. കോളനിക്കാരെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരണം. നമ്മൾ പറയുന്നത് പോലെ അവർ അന്വേഷണ കമ്മീഷനോടും പറയാവൂ. CM തുടർന്നു. വരുന്ന ആളും നമ്മുടെ ചേരിയിലുള്ളതാണ്. പക്ഷെ അത് പത്രക്കാർ മനസ്സിലാക്കരുത്. കോളനിക്കാർ നമ്മൾ പറയുന്നത് പോലെ നിൽക്കും. എന്നാൽ അവർക്കൊരു നേതാവുണ്ട്, ജയസൂര്യൻ. ഒരു നമ്പൂതിരി ചെക്കനാ. അവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. രാജസേനൻ CM-നെ നോക്കി. അവനും നക്സലാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്താ പോരെ? ചാക്കോ വട്ടപ്പറമ്പൻ ഒരു ചുരുട്ട് കത്തിച്ചു. അതൊന്നും വേണ്ട. അവനെ എനിക്ക് വിട്ടു തന്നേരെ. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. അഥവാ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കാം. ഓക്കെ. ഞാൻ മറ്റൊരു കാര്യം പറയാൻ മറന്നു. അടുത്ത ആഴ്ച ഒരു ദിവസം നമുക്ക് എന്റെ ഔട്ട് ഹൗസിൽ കൂടാം. ഒരു ചെറിയ ഡിന്നർ തരപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വരണം. പ്രതിപക്ഷം അറിഞ്ഞാൽ ആകെ കുഴപ്പമാകുമല്ലോ മധുസൂദന. കൊടിയും നെയിം പ്ലേറ്റും ഇല്ലാത്ത കാറിൽ പോന്നാ പോരെ? ആരും സംശയിക്കില്ല. വല്ല ഗുണവുമുണ്ടോ? ഉണ്ടാക്കാം. അല്ലാതെ ഞാൻ വിളിക്കില്ലല്ലോ. എല്ലാവരും എണീറ്റു. MLA രാജസേനും മധുസൂദനും ഒരു കാറിലാണ് മടങ്ങിപ്പോകുന്നത്. അന്ന് വൈകിട്ട് അല്പം നേരത്തെയാണ് ജയസൂര്യൻ മടങ്ങിയെത്തിയത്. വിഷ്ണു നമ്പൂതിരി പൂമുഖത്ത് ചാരുകസേരയിൽ തന്നെയുണ്ട്. ജയസൂര്യൻ അകത്തേക്ക് കയറി. ശിവപ്രസാദിനെ മുറിയിൽ കണ്ടില്ല. തന്റെ മുറിയിൽ നോക്കി. അവിടെയുമില്ല. ഏട്ടത്തിയോട് ചോദിക്കാമെന്ന് വെച്ച് ആര്യയുടെ മുറിവാതിക്കൽ എത്തിയപ്പോൾ വാതിൽ ചാരിയിട്ടിരുന്നു. അകത്തു നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ചിരിയും പിറുപിറുക്കലും. ജയസൂര്യൻ ഞെട്ടി. പതിയെ വാതിൽപ്പാളി തുറന്ന് അകത്തേക്ക് നോക്കി. അയാളുടെ സിരകളിൽ ഒരു സ്ഫോടനം. ഒരു നിമിഷം കൊണ്ട് ജയസൂര്യൻ വിയർപ്പിൽ കുളിച്ചു. വാതിൽ ചാരി പിന്മാറിയിട്ടും മുറിയിൽ കണ്ട രംഗം തേളിനെ പോലെ കുത്തി നോവിച്ചു. ആര്യയും ശിവപ്രസാദും ഒരു കിടക്കയിൽ. എന്നാലും ഏട്ടത്തി, തന്റെ ഉറ്റ തോഴനായ ശിവന് എങ്ങനെ ഇതിന് മനസ്സ് വന്നു? ജയസൂര്യന്റെ ഹൃദയം ധൃതിയിൽ മിടിച്ചു. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. മുഷ്ടികൾ ബലമായി ചുരുട്ടി. കണ്ണുകളിൽ ഒരു കാട്ടുപോത്തിന്റെ മൃഗീയത.
അയാൾ അടുക്കളയിലേക്ക് ഓടി വെട്ടുകത്തിയെടുത്തു. രണ്ടിനെയും കൊല്ലുക, അതായിരുന്നു തീരുമാനം. ജയൻ ആര്യയുടെ മുറിക്ക് നേരെ കുതിച്ചു. എന്നാൽ വാതിൽ തള്ളി തുറക്കുന്നതിന് മുമ്പ് ഒന്നു നിന്നു. ഏട്ടത്തിക്ക് പ്രായമേറിയിരിക്കുന്നു. ഏതൊരു സ്ത്രീക്കും ഉണ്ടാവുന്ന വികാര വിചാരങ്ങൾ ഏട്ടത്തിക്കുമില്ലേ? ഒരു പുരുഷന്റെ സാമീപ്യം കൊതിക്കാത്തത് ഏത് പെണ്ണാണ്? ഏട്ടത്തെയും ശിവനും മാത്രം ഇല്ലത്തിന്റെ അകത്തെ മുറിയിൽ. അവർക്ക് സ്വയം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന് അവരെ കുറ്റം പറയേണ്ടതുണ്ടോ? ജയൻ പിൻവാങ്ങി. എങ്കിലും മനസ്സിന് വല്ലാത്ത ഭാരം. തന്റെ മുറിയിലെ കിടക്കയിൽ അയാൾ തളർന്നു വീണു. അല്പം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത മുറിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. ശിവപ്രസാദ് മുറിയിലെത്തിയിരിക്കണം. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ ജയസൂര്യന്റെ മുറിയിലേക്ക് വന്നു. കട്ടിലിൽ ജയനെ കണ്ടതും അവൻ നടുങ്ങി. അയാളുടെ മുഖഭാവം മാറുന്നത് ജയൻ കണ്ടു. പക്ഷെ കണ്ട ഭാവം നടിച്ചില്ല. എന്താ ശിവ, അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ തിരക്കി. അല്ല, നീ ഇപ്പൊ വന്നു? ഇത്തിരി നേരമായി. നീ എവിടെയായിരുന്നു? അപ്പുറത്ത് തനിയിരുന്ന് മടുത്തപ്പോ ഇല്ലത്തിന്റെ പിൻഭാഗത്തെ പുരയിടത്തിൽ വെറുതെ നടന്നു. ഏട്ടത്തി എന്തേ? അപ്പുറത്തുണ്ടാവും. നീ എന്താ കിടക്കുന്നത്? ഒരു തലവേദന. ഈ അവസരത്തിൽ ആര്യയും അവിടേക്ക് വന്നു. അപ്രതീക്ഷിതമായി സഹോദരന്റെ മുന്നിൽ കണ്ടപ്പോൾ ആര്യയും പരിങ്ങി. അഴിഞ്ഞുലഞ്ഞ വസ്ത്രങ്ങൾ ജയൻ ശ്രദ്ധിക്കാതിരിക്കാൻ അവൾ പാടുപെട്ടു. ജയന് തലവേദന. ശിവപ്രസാദ് തിരിഞ്ഞ് ആര്യയോട് പറഞ്ഞു. ഇത്തിരി ചൂടുകാപ്പി എടുക്കുക എടുത്തി. അത് തന്നെ അവസരമെന്ന് കണ്ട് ആര്യ പിൻവാങ്ങി. ഹരിജൻ കോളനിയിൽ സിറ്റിംഗ് വനിതാ ജഡ്ജി അന്വേഷണത്തിന് വന്നു. അപ്പോൾ അവിടെ ജയസൂര്യൻ ഉണ്ടായിരുന്നു. വനിതാ ജഡ്ജി സുമിത്ര ചൗഹാൻ അപമാനിതയായി എന്ന് പറയപ്പെടുന്ന ചില സ്ത്രീകളെ വിളിപ്പിച്ചു. അന്വേഷണ കമ്മീഷൻ എത്തിയെന്ന് അറിഞ്ഞതോടെ ആൾക്കാർ ചുറ്റും കൂടി. ജഡ്ജിയുടെ കൂടെ SI വിജയകാന്തും മറ്റുമുണ്ടായിരുന്നു. ജയസൂര്യൻ മറ്റുള്ളവരെക്കാൾ അല്പം മുന്നിലാണ് നിന്നിരുന്നത്. നിനക്കെന്താടാ പെണ്ണുങ്ങളോട് ചോദ്യം ചോദിക്കുന്നിടത്ത് കാര്യം? നീ നിൽക്കടാ അങ്ങോട്ട്, SI ജയനെ നോക്കി പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസിതനായ അയാൾ ഇൻസ്പെക്ടറെ തുറച്ചു നോക്കി. ഒന്നും പറയാതെ അല്പം പിന്നിലേക്ക് നീങ്ങി നിന്നു. ജഡ്ജി സുമിത്ര ചൗഹാൻ ഒരു സ്ത്രീയോട് ചോദിച്ചു. എന്താ പേര്? രാജമ്മ. ഭർത്താവുണ്ടോ? ബഹളത്തിനിടയിൽ വെടികൊണ്ട് മരിച്ചുപോയി. കുട്ടികൾ? 2 പേരുണ്ട്. സംഭവത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ഒന്ന് പറയാമോ? അർദ്ധരാത്രി കഴിഞ്ഞു കാണും. പോലീസുകാര് ഒരുപാട് പേര് വന്നു. കോളനിയിൽ ഉണ്ടായിരുന്നവരുമായി ഏറ്റുമുട്ടി. കുറെ പേർ ചത്തു. വീടുകൾക്ക് തീ പിടിച്ചു. ആ കൂട്ടത്തിൽ എന്റെ കുട്ടിയുടെ അച്ഛനും. കരയാതിരിക്കൂ, ചൗഹാൻ ആശ്വസിപ്പിച്ചു. പോലീസുകാർ നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചു എന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? രാജമ്മ മിണ്ടിയില്ല. പറയൂ, ഞാനും ഒരു സ്ത്രീയല്ലേ. എന്നെ അപമാനിച്ചില്ല. സുമിത്ര ചൗഹാന്റെ ചുണ്ടിൽ ചിരിയൂറി. യഥാർത്ഥത്തിൽ പോലീസ് ആദ്യം ഉപയോഗിച്ചത് രാജമ്മയുടെ ശരീരമായിരുന്നു. മറ്റാരെങ്കിലും പോലീസ് അപമാനിച്ചതായി രാജമ്മയ്ക്ക് അറിയാമോ? ഇല്ല. ശരി, രാജമ്മ പൊയ്ക്കോ. തുടർന്ന് അന്വേഷണ കമ്മീഷൻ കോളനിയിലെ അനേക സ്ത്രീകളിൽ നിന്നും മൊഴിയെടുപ്പ് നടത്തി. എന്നാൽ ആരും തന്നെ തങ്ങൾ പോലീസിന്റെ കാമദാഹത്തിന് ഇരയായി എന്ന് സമ്മതിച്ചില്ല. സുമിത്ര ചൗഹാനും പോലീസ് പാർട്ടിയും ഒക്കെ മടങ്ങിപ്പോയി. ജയസൂര്യന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കോളനിയിലെ സ്ത്രീകൾ സത്യം മറച്ചുവെച്ച് സംസാരിച്ചു. അയാൾ ക്രോധത്തോടെ അവർക്കരികിലെത്തി. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെയല്ലോ. ആൾക്കാർ എന്നെ ഹരിജൻ നമ്പൂതിരി എന്ന് വിളിച്ചപ്പോഴും ഞാൻ അതിൽ അഭിമാനിച്ചതേ ഉള്ളൂ. എന്നിട്ടിപ്പോ? അയാളുടെ സ്വരം പതറി. രാജമ്മ മുന്നോട്ട് വന്നു. ഞങ്ങളൊക്കെ ഉണ്ണി നമ്പൂതിരി എന്ന് വിളിച്ചപ്പോ ജയൻ തന്നെയാണ് ഞങ്ങളോട് പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ആ സ്വാതന്ത്ര്യം ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ ജയ? ജയന്റെ ഇഷ്ടാനുസരണം ഞങ്ങൾ ഉണ്ടായതൊക്കെ തുറന്നു പറഞ്ഞ നാളത്തെ പത്രങ്ങളിൽ അത് ചൂടുള്ള വാർത്തകളായിരിക്കും. രാഷ്ട്രീയക്കാർക്കും ഒരു ബഹളത്തിനുള്ള വക കിട്ടും. ശരി തന്നെ. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ നശിച്ചുപോയ ചാരിത്രം തിരിച്ചു തരുമോ? ജയസൂര്യന് ഉത്തരം മുട്ടി. എരിയുന്ന തീക്കലിന് മുകളിൽ നിൽക്കുന്ന പ്രതീതി അയാൾക്കുണ്ടായി. രാജമ്മ തുടർന്നു. ഇപ്പോ കള്ളം പറഞ്ഞതുകൊണ്ട് 2 ആഴ്ച കഞ്ഞി കുടിക്കാനുള്ള വക ഞങ്ങൾക്ക് കിട്ടി. അവർ നിങ്ങളെ പണം തന്ന് സ്വാധീനിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നി. ശരി തന്നെയാണ്. അവർ തന്ന പണം കൊണ്ട് ഞങ്ങൾ അരി വാങ്ങി. അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് തീ പോയില്ലായിരുന്നു. മറ്റൊരു കാര്യം, പോലീസുകാർ നശിപ്പിച്ച പെൺകുട്ടികളാണെന്ന് പറഞ്ഞ ആരെങ്കിലും അവരെ വിവാഹം ചെയ്യുവാൻ തയ്യാറാവുമോ? ജയന് തന്നെ അറിയാമോ അടുത്ത ആഴ്ച കല്യാണം നടത്താതിരുന്ന തുളസിയുടെ കാര്യം? ഈ ഒറ്റ പ്രശ്നം തന്നെയല്ലേ അത് മുടങ്ങുവാൻ കാരണം? കോളനിയിൽ വരുന്ന 10 മാസങ്ങൾക്കുള്ളിൽ ഒരു സ്ത്രീ പ്രവസിച്ചാൽ അത് പോലീസ് കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് ആൾക്കാർ കളിയാക്കില്ലേ? സത്യത്തിന് നേരെയാണ് രാജമ്മ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ജയസൂര്യൻ അന്ധനായി.
ബധിരനായി, മൂകനായി. ഈ ലോകത്ത് കനത്ത അന്ധകാരത്തിൽ താൻ മാത്രം. ചുറ്റിനും കൂർത്ത മുനകൾ ഉറപ്പിച്ച ഭൂഗോളം കറങ്ങി തന്റെ നേരെ അടുക്കുന്നത് അയാൾ കണ്ടു. അക്വാരി മധുസൂദൻ ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു. ശിവപ്രസാദിനെ കണ്ടുപിടിക്കാൻ ഇനിയും വൈകരുത്. ഏറിയാൽ 3 ദിവസം. അതിനുള്ളിൽ അവനെ കസ്റ്റഡിയിൽ എടുക്കണം. SP രാമചന്ദ്രന്റെ ശബ്ദം ഫോണിലൂടെ ഒഴുകിയെത്തി. സർ, പരമാവധി ശ്രമിക്കുന്നുണ്ട്, സബ് ഇൻസ്പെക്ടർ വിജയകാന്ത് പറഞ്ഞു. ഓക്കെ. അപ്പുറത്ത് റിസീവർ വെച്ച് കഴിഞ്ഞു. എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാ. എവിടെയാണ് ശിവപ്രസാദിന് അഭയം കിട്ടിയിരിക്കുക? കൂട്ടിലടച്ച വെരുകിനെ പോലെ അയാൾ മുറിയിൽ അങ്ങിങ്ങുലാത്തി. ബാലപ്പിള്ളേ. സർ. HC ഓടിയെത്തി. ജീപ്പ് ഇറക്കാൻ പറ. നിങ്ങൾ 3 പേരും കയറ്. സർ. വിജയകാന്ത് തൊപ്പിയും കെയിനും എടുത്തു. ജീപ്പ് സ്റ്റേഷൻ വിട്ട് പാഞ്ഞു. ഹരിജൻ കോളനിയിലെ ശിവപ്രസാദിന്റെ വീടിന് മുന്നിലാണ് അത് നിന്നത്. തറയിലിരുന്ന വല നെയ്യുകയായിരുന്ന നാണു എഴുന്നേറ്റു. ഏമാനെ. അയാൾ തൊഴുതു. എവിടെടോ തന്റെ മോൻ? അറിയില്ല ഏമാനെ. ഇന്നലെ രാത്രിയിൽ എവിടെ വന്നിട്ട് അവൻ എവിടെ പോയി? ഇന്നലെ ഇവിടെ വന്നില്ല. പിന്നെ എന്നാ വന്നത്? അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. താൻ സത്യം പറയില്ലല്ലേ? ബാലൻപിള്ള മുന്നോട്ടാഞ്ഞു. സത്യമാണ് ഏമാനെ പറഞ്ഞത്. ബാലൻപിള്ളേ, അയാളെ ജീപ്പിൽ കയറ്റ്. സ്റ്റേഷനിലെത്തി വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ സംഗതി തെളിയും. ഹെഡ് കോൺസ്റ്റബിൾ നാണുവിനെ ജീപ്പിനുള്ളിലേക്ക് തള്ളി. പോലീസ് സ്റ്റേഷൻ. പോലീസുകാർ നാണുവിനെ ലോക്കപ്പിലേക്ക് നടത്തിച്ചു. കിടക്കണം അവിടെ. ഏമാനെ, ഞാനൊരു രോഗിയാണ്. തന്റെ സകല രോഗങ്ങളും ഞാൻ മാറ്റിത്തരാം, പോരെ? വിജയകാന്ത് ചിരിച്ചു. ഈ സമയത്ത് കോളനിയിൽ നിന്നും ഒരാൾ ജയസൂര്യന്റെ ഇല്ലത്തേക്ക് ഓടി. ജയൻ ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. ആളിനെ കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ടെന്ന് അവന് മനസ്സിലായി. വന്നയാൾ മുറ്റത്തു നിന്നു. അച്ഛൻ തിരുമേനി ഉമ്മറത്തെ ചാരുകസേരയിൽ കിടക്കുന്നതിനാൽ പറയാൻ ബുദ്ധിമുട്ട്. കോളനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചോദിച്ചത് വിഷ്ണു നമ്പൂതിരിയാണ്. ഉണ്ടേ. വന്നയാൾ പരിങ്ങി. എങ്കിൽ വേഗം അങ്ങോട്ട് പോയിക്കോളൂ. എന്റെ കുട്ടിക്ക് തൽക്കാലം വരാൻ പറ്റില്ല. അച്ഛാ, ജയസൂര്യൻ വിളിച്ചു. നീ മിണ്ടാതിരിക്കടാ. എല്ലാവരും ചേർന്ന് നിന്നെ നാണം കെടുത്തിയില്ലേ? പോരാഞ്ഞ നീ ഏതോ തലകൊയ്ത്ത് സംഘടനയിലും ആണെന്നായില്ലേ? ഇനിയിപ്പോ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. വന്നയാൾ ജയസൂര്യനെ നോക്കി. പിന്നെ മെല്ലെ നടന്നുപോയി. ഇത്രയും വേണ്ടായിരുന്നു അച്ഛാ. ജയൻ എഴുന്നേറ്റു. ഒരിക്കൽ നമ്മെ അവര് സഹായിച്ചതല്ലേ? അല്ലെന്ന് ആര് പറഞ്ഞു? അതിന് നീയും ഒരുപാട് സഹായിച്ചില്ലേ? ഇനി മതി. വയസ്സുകാലത്ത് എനിക്ക് സ്വസ്ഥമായി ഒന്ന് മരിക്കണം. എന്തെങ്കിലും തക്കതായ പ്രശ്നമില്ലാതെ അവർ എന്നെ തേടി വരില്ല. അവരുടെ കാര്യം നോക്കാൻ MLA-യും മറ്റും തന്നെ അധിക. അതിനിടെ നീ എന്ത് കാട്ടാനാ? പക്ഷേ ഒന്നുമില്ല. നീ ഇത്തവണ ഞാൻ പറയാണ്ട് പോയാ തിരികെ എത്തുമ്പോ അച്ഛന്റെ ശവമടക്കമുള്ള ആൾക്കാരെ കൂടി കൂട്ടിക്കോളൂ. അച്ഛാ. ജയസൂര്യൻ തരിച്ചു നിന്നു. രാത്രി. സാറേ, എനിക്കിപ്പോ എടുക്കണം, നാണു വിളിച്ചു പറഞ്ഞു. വലിയ നിർബന്ധമാണല്ലോടാ. ഒരു പോലീസുകാരൻ ആ വൃദ്ധനെ പുറത്തിറക്കി. ഒരു തവണ ഇതുപോലെ കൊണ്ടുപോയപ്പോഴാ തന്റെ മോൻ പോലീസുകാരനെ കൊന്നത്. പറഞ്ഞതും പോലീസുകാരൻ നാണുവിന്റെ പിടലിക്കൊന്നു കൊടുത്തു. നാണു മണ്ണിൽ മുഖം കുത്തി വീണു. പൊന്നേമാനെ, ഞാൻ ചത്തുപോകും. ചാകട്ടടാ. ആ, വേഗം മൂത്ര ഒഴിച്ചിട്ട് വാ. ഏമാൻ കാത്തിരിക്കുക. നാണുവിനെ തിരികെ SIയുടെ മുന്നിൽ കൊണ്ടുവന്നു. സത്യം പറഞ്ഞ തല്ലു മേടിക്കാതിരിക്കാം. പറയൂ, ശിവപ്രസാദ് എവിടെയാണ്? SI വിജയകാന്ത് എണീറ്റ് നിന്നു. എനിക്ക് അറിയത്തില്ല ഏമാനെ. വിജയകാന്ത് കാലുയർത്തി നാണുവിന്റെ അടിവയറ്റി ചവിട്ടി. അയ്യോ! ഒറ്റ നിലവിളി. തെറിച്ചുപോയ നാണു ഭിത്തിയിലടിച്ചു വീണു. ഒന്നേ പിടഞ്ഞുള്ളൂ. പിന്നെ അനങ്ങിയില്ല. പോലീസുകാർ അയാളെ നിവർത്തി നിർത്താൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. സാറേ, കുഴപ്പമായെന്ന് തോന്നുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ ബാലൻപിള്ള പിറുപിറുത്തു. മുഖത്ത് വെള്ളം തളിച്ചു നോക്ക്. അതുകൊണ്ടും പ്രയോജനമുണ്ടായില്ല. അടുത്ത ദിവസം SP രാമചന്ദ്രന് SI വിജയകാന്തിന്റെ ഫോൺ സന്ദേശം ലഭിച്ചു. സർ, ഇന്നലെ ശിവപ്രസാദിന്റെ അച്ഛനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലിട്ടു. പക്ഷെ രാവിലെ നോക്കിയപ്പോൾ അയാളിതാ ലോക്കപ്പിന് മുകളിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ ജീപ്പ് നിന്നു. SP രാമചന്ദ്രൻ വേഗം അകത്തേക്ക് വന്നു. അടഞ്ഞു കിടന്നിരുന്ന ലോക്കപ്പിന് മുന്നിൽ SI വിജയകാന്തും HC ബാലൻപിള്ളയും മറ്റു പോലീസുകാരും നിന്നിരുന്നു. അവർ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. SP മൃതദേഹത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. തികച്ചും ആശ്ചര്യജനകമായാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഇതൊരു ആത്മഹത്യയില്ലെന്ന് ആർക്കും മനസ്സിലാകും. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അദ്ദേഹം IG-ക്കും IG ചീഫ് മിനിസ്റ്റർക്കും ഫോൺ ചെയ്തു. പുറത്തെ ബഹളം കേട്ട് വിജയകാന്ത് ജനാലയിലൂടെ നോക്കി. അനേകം ആൾക്കാർ ഗേറ്റിനുള്ളിലേക്ക് ഓടി വരുന്നു. അവരെ പുറത്താക്കൂ. SP പോലീസുകാരോട് ആജ്ഞാപിച്ചു.
ചൂടേറിയ വാർത്ത നിമിഷങ്ങൾക്കുള്ളിൽ നാട്ടിൽ പ്രചരിച്ചു. പത്രപ്രതിനിധികളും ഫോട്ടോഗ്രാഫർമാരും കുതിച്ചെത്തി. പക്ഷെ ആർക്കും അകത്തേക്ക് പ്രവേശനം കിട്ടിയില്ല. ജനങ്ങൾ രോഷാകുലരായി. അവർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുമെന്ന നിലയിലായി. എന്നാൽ അപ്പോഴേക്കും എസ്.പിയുടെ നിർദ്ദേശാനുസരണം ആവശ്യത്തിന് പോലീസ് എത്തിക്കഴിഞ്ഞു. പൊതുജനമൊട്ടാകെ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക, എസ്.ഐ വിജയകാന്ത് നീതി പാലിക്കുക. ഐ.ജി സ്ഥലത്തെത്തി. പ്രാഥമിക അന്വേഷണങ്ങൾക്ക് മുൻപ് തന്നെ ചീഫ് മിനിസ്റ്ററുടെ നിർദ്ദേശാനുസരണം എസ്.ഐ വിജയകാന്തിന് സസ്പെൻഷൻ. വിജയകാന്ത് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. വാർത്തയറിഞ്ഞ് ജയസൂര്യനും പോലീസ് സ്റ്റേഷനിൽ പാഞ്ഞെത്തി. പക്ഷെ കോളനിക്കാർ അവനെ മനഃപൂർവ്വം അവഗണിച്ചു കളഞ്ഞു. സസ്പെൻഷനിലായ വിജയകാന്ത് പുറത്തേക്ക് പോവാൻ ജീപ്പിൽ കയറിയെങ്കിലും ജനങ്ങൾ അയാളെ കല്ല് വലിച്ചെറിഞ്ഞു. ജീവനിൽ ഭയമുള്ളതുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയില്ല. അച്ഛന്റെ മരണവാർത്തയായിരുന്നു. ശിവപ്രസാദ് കോപത്തോടെ ചാടി എഴുന്നേറ്റു. ജയസൂര്യൻ, ഇനി എന്നെ തടയരുത്. ഞാൻ എസ്.ഐ വിജയകാന്തിനെ കൊല്ലാൻ പോവുകയാണ്. മറുപടിയായി ജയസൂര്യൻ ചിരിച്ചു. അതിനു മുമ്പ് വിജയകാന്ത് നിന്നെ കൊന്നാലോ? അതിനും മടിക്കുന്നവനല്ല വിജയകാന്ത്. ജയസൂര്യൻ ഇത്തിരി നേരം ചിന്തിച്ചു നിന്നു. എന്താണ് വേണ്ടതെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ലോകകപ്പ് മരണത്തെ ചൊല്ലി പ്രതിപക്ഷ കക്ഷികൾ പ്രകടനം നടത്തി. നാറിയ മുഖ്യ സേതുനാഥ്, നാണമല്ലേ നാട് ഭരിക്കാൻ? സേതുനാഥിന്റെ ഭരണകാലത്ത് ലോകകപ്പ് മരണം ജനകീയമാക്കി. അധികാര കസേരകൾക്ക് വിറയൽ ബാധിച്ചു തുടങ്ങി. തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളും. നിയമസഭ കൂടി. ഈ സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്താണാവോ പറയാനുള്ളത്? പരിഹാസ്യമായ സ്വരത്തിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഭരണകക്ഷിയെ തരം താഴ്ത്തണമെന്ന ഒറ്റ വിചാരമേ ഉള്ളൂ നിങ്ങൾക്ക്. മന്ത്രി മുഖ്യൻ മറുപടി പറഞ്ഞു. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുവാനാണ് മന്ത്രിസഭയുടെ തീരുമാനം? ആദ്യമായി പ്രസ്തുത സ്റ്റേഷനിലെ എസ്.ഐയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അന്വേഷണത്തിന് ശേഷമാകാം ബാക്കി കാര്യങ്ങൾ. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. പ്രതിപക്ഷ അംഗങ്ങൾ ചാടി എണീറ്റു. ഒന്നുകിൽ രാജിവെച്ച് ജനവിധി തേടുക, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കലാവും. തൽക്കാലം രണ്ടിനും ഞങ്ങൾ ഒരുക്കമല്ല. പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധത്തോടെ വാക്കൌട്ട് നടത്തി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ജയസൂര്യൻ ഇപ്പോൾ പൊതുകാര്യങ്ങൾക്ക് ഇറങ്ങാതെയായി. എന്തൊക്കെയായാലും ഈ നാള് നന്നാകില്ലെന്ന് അവന് മനസ്സിലായി. ചോരത്തിളപ്പ് കൊണ്ട് ഓരോന്നിനും എടുത്തു ചാടിയാൽ നശിക്കുന്നത് തന്റെ ജീവിതം തന്നെയാവും. ഇന്ന് കൂടെ നിൽക്കുന്നവരാണ് നാളത്തെ ശത്രുക്കൾ. ശിവപ്രസാദിന്റെ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യാതൊരു രൂപവും കിട്ടിയില്ല. ജയസൂര്യൻ ഇടയ്ക്കിടെ ശകുന്തളയെക്കുറിച്ച് ഓർക്കും. അവൾ എവിടെയായിരിക്കും? വിജയകാന്ത് അവളെ കൊന്നിരിക്കുമോ എന്ന് പോലും ജയസൂര്യന് തോന്നാതിരുന്നില്ല. സുലേഖയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ ക്രൈംബ്രാഞ്ചുകാരുടെ കാര്യവും ഇപ്പോ കേൾക്കാനില്ല. മധുസൂദനന്റെ പണത്തിനു മുന്നിൽ അവരും തലകുനിച്ചിരിക്കുമോ? ജയസൂര്യൻ സന്ധ്യയ്ക്ക് മുമ്പ് ഷർട്ട് മാറി പുറത്തേക്കിറങ്ങി. കവലയിലെ വായനശാലയിൽ ഇത്തിരി നേരം ഇരുന്നു. പരിചയക്കാരിൽ പലരുമായും കുശല പ്രശ്നങ്ങൾ നടത്തി. ജയൻ പൊതുരംഗത്തു നിന്നും പിന്നോട്ട് മാറുകയാണെന്ന് കേട്ടല്ലോ. ലൈബ്രറിയനായ കിട്ടുകുറുപ്പ് തിരക്കി. എന്നൊന്നുമില്ല. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കാണ്ട് പറ്റുമോ? ജനസേവനം കൊണ്ട് വയറ് പിഴയ്ക്കാൻ എന്നെ കൊണ്ടാവില്ല കുറുപ്പേട്ട. ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ പിന്നെ എങ്ങനെയാ? മനസാക്ഷിക്ക് നിരക്കാത്തത് ചെയ്യുവാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഞാൻ പിൻവാങ്ങിയതാണ്. മാത്രമല്ല അച്ഛനും പ്രായമായില്ലേ. ശരിയാ ജയ. ഇനിയിപ്പോ വീട്ടുകാര്യങ്ങൾ നോക്കി ഒരു വേലിയും ഒക്കെയായി അങ്ങനെ കഴിയാം. ജയൻ ചിരിച്ചു. രാത്രി 8 മണിയോടെയാണ് വായനശാലയിൽ നിന്ന് ഇറങ്ങിയത്. നേരിയ മഴച്ചാറ്റൽ. വേഗം നടന്നു. ഇടവഴിയിലെത്തിയപ്പോൾ മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി. ജയസൂര്യൻ നിന്നു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ സൂക്ഷിച്ചു നോക്കി. ഒത്ത ഉയരവും വണ്ണവുമുള്ള ഒരു മനുഷ്യൻ. അയാൾ വഴി തടഞ്ഞ് തന്നെ നിൽക്കുകയാണെന്ന് ഉറപ്പായി. പിന്നിൽ ഒരു ശബ്ദം കേട്ട് ജയസൂര്യൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതാ അവിടെയും ഒരു അജാനുബാഹു. കരുതിക്കൂട്ടിയുള്ള ഒരാക്രമണത്തിന് തയ്യാറെടുത്താണ് ഇവർ വന്നിരിക്കുന്നതെന്ന് അവന് വ്യക്തമായി. അടുത്ത നിമിഷം ഇടവഴിയുടെ ഇരുവശത്തു നിന്നും ഓരോരുത്തർ കൂടി പ്രത്യക്ഷപ്പെട്ടു. എന്തു വേണം? തികഞ്ഞ ഗൗരവത്തിൽ അവൻ തിരക്കി. മറുപടിയായി അവർ ഉച്ചത്തിൽ ചിരിച്ചു. നിർത്തിനടാ. പൊടുന്നനെ ചിരി നിന്നു. ജയൻ അവരെ സൂക്ഷിച്ചു നോക്കി. ഒരുവന്റെ കയ്യിലിരുന്ന ഖടാര മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങി. ഞങ്ങൾ നിന്നെ കൊല്ലാൻ വന്നതാണ് മോനെ. പതിഞ്ഞ സ്വരത്തിൽ ഒരാൾ പറഞ്ഞു. സന്തോഷം. പക്ഷെ എനിക്ക് മരിക്കാൻ മനസ്സിലെങ്കിലോ? ഞങ്ങൾക്ക് നിന്നെ അതിനെ നിർബന്ധിക്കേണ്ടി വരും. അയ്യോ, അതൊക്കെ പ്രയാസമുള്ള കാര്യമല്ലേ? ഏയ്, ഞങ്ങൾ എത്രയോ പേർ ഇങ്ങനെ നിർബന്ധിച്ചിരിക്കുന്നു. നല്ലത്. ആദ്യമേ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആള് തെറ്റിയിട്ടില്ലല്ലോ? എന്നെ തന്നെയാണല്ലോ കാത്തുനിന്നത്. അതെ, നിന്റെ പിന്നാലെ കവല മുതലേ ഞങ്ങളുണ്ടായിരുന്നു. താങ്ക്സ്. എങ്കിൽ പിന്നെ സമയം കളയാതെ കൃത്യത്തിലേക്ക് കിടക്കാം. പൊടുന്നനെ ജയസൂര്യന്റെ സ്വരം കെടുത്തു.
വഴി മാറണടാ പട്ടികളെ. കൂലിത്തല്ലുകാരനായ നിന്റെ എന്ന ശവം ഈ ഇടവഴിയിൽ വീഴാതിരിക്കണമെങ്കിൽ വേഗം പോകാൻ നോക്ക്. കൊള്ളാം, ഉശിരുള്ള പയ്യൻ. നിന്നെ പോലെയുള്ളവരെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്നേക്കാൾ ശക്തന്മാരോട് പോരാടുന്നതാണ് എനിക്കും ഇഷ്ടം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ജയസൂര്യൻ മുന്നോട്ട് ചാടി കടാര പിടിച്ചിരുന്നവനെ തൊഴിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ എതിരാളി പാളിപ്പോയി. കടാര എവിടെയോ തെറിച്ചു വീണു. അടിക്കട ഈ പന്നിയെ, അയാൾ അലറി. മറ്റു 3 പേരും അവനോടടുത്തു. ജയസൂര്യൻ അറയിൽ നിന്നും സൈക്കിൾ ചെയിൻ വലിച്ചെടുത്ത് കറക്കി. എതിരാളികൾക്ക് തലങ്ങനെ വിലങ്ങനെ അടിയേറ്റു. ജയസൂര്യൻ ഒരു പമ്പരം പോലെ കറങ്ങുന്നത് അവർ കണ്ടു. അവർക്ക് അവനോടടുക്കാൻ കഴിഞ്ഞില്ല. അക്രമികൾ പതറിയെന്ന് ഉറപ്പായതോടെ ജയസൂര്യന് വീര്യമേറി. അവരെ അവൻ ഓടിച്ചിട്ടടിച്ചു. എന്നാൽ സൈക്കിൾ ചെയിൻ ഒരു കുറ്റിക്കാടിനിടയിൽ കുരുങ്ങി. ജയസൂര്യൻ അത് വലിച്ചെടുക്കുവാനെടുത്ത നേരം ഗുണ്ടകൾക്ക് വിലപ്പെട്ടതായിരുന്നു. ഒരുവന്റെ ശക്തമായ അടിയേറ്റ് ജയസൂര്യൻ നിലവിളിച്ചുപോയി. സൈക്കിൾ ചെയിനിലെ പിടിവിട്ടു. തുടർന്ന് 4 പേരുടെയും ഊഴമായിരുന്നു. ജയസൂര്യൻ മർദ്ദനമേറ്റ് തളർന്നു. അവന്റെ മൂക്കിലൂടെയും വായിലൂടെയും ചോരയൊഴുകി. ഒരുവൻ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ആ കൈകൾ വിടുവിക്കാനുള്ള ജയസൂര്യന്റെ ശ്രമം വിഫലമായി. അവൻ തളരുകയായിരുന്നു. ഈ സമയത്ത് ജയസൂര്യന്റെ ഇല്ലത്തിനരികിൽ കുറെ പോലീസ് വാഹനങ്ങൾ വന്നു നിന്നു. അതിൽ നിന്നും ആയുധധാരികളായ പോലീസുകാർ ചാടിയിറങ്ങി. ഞൊടിയിടയിൽ അവർ ഇല്ലം വളഞ്ഞു. വരാന്തയിലെ ചാരുകസേരയിൽ കിടക്കുകയായിരുന്ന വിഷ്ണു നമ്പൂതിരിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാൽ പാതി തുറന്ന ജനാലയിലൂടെ ഈ കാഴ്ച കണ്ട ആര്യയും ശിവപ്രസാദും വിറച്ചുപോയി. വിജയകാന്തിന് പകരം വന്ന SI കൃഷ്ണകുമാർ വിഷ്ണു നമ്പൂതിരിക്ക് അരികിലേക്ക് വന്നു. ജയസൂര്യൻ എവിടെ? പുറത്ത് എവിടെ പോയിരിക്കണു? ഞങ്ങൾക്ക് ഈ ഇല്ലം ഒന്ന് സെർച്ച് ചെയ്യണം. എന്നുവെച്ചാ പരിശോധിക്കണമെന്ന്. വിഷ്ണു നമ്പൂതിരിയുടെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. ഭഗവതി, അന്യജാതിക്കാർ ഇല്ലത്തിനുള്ളിൽ കടക്കുകയോ എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഞങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്തേ തീരൂ. ഇതിന്റെയൊക്കെ ആവശ്യം? ഒളിവ് കഴിയുന്ന ശിവപ്രസാദ് എന്ന കൊലയാളി ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. നല്ല കഥയായി. വിഷ്ണു നമ്പൂതിരി ചിരിച്ചു. ആ പുലയെ കിടാത്തൻ എന്റെ ഇല്ലത്തിനുള്ളിലോ? ബേഷ്. ഇവിടെ ഇപ്പൊ ഞാനും എന്റെ കുട്ടി ആര്യ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ വിശ്വസിക്കണമെന്നില്ലല്ലോ. അകത്തെ മുറിയിൽ എന്തു വേണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു ആര്യയും ശിവപ്രസാദും. ഇല്ലത്തിന് ചുറ്റും പോലീസാണ്. എങ്ങനെ രക്ഷപ്പെടും ശിവ? ആര്യ കരഞ്ഞുപോയി. അവൾ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പൂക്കുല പോലെ ആര്യ തുള്ളി വരയ്ക്കുന്നു. പുറത്തിറങ്ങി രക്ഷപ്പെടാമെന്ന് എനിക്ക് വിചാരമില്ല. അങ്ങനെയായാൽ പോലീസുകാർ വെടിവെക്കും. ശിവപ്രസാദ് ആര്യയെ ചേർത്തണച്ചു. അതുകൊണ്ട് പോലീസിന് കീഴടങ്ങാമെന്നാണ് എന്റെ തീരുമാനം. ശിവ, അമ്പരപ്പോടെ ആര്യ വിളിച്ചു. അതെ, ഇനി മറ്റു മാർഗമൊന്നുമില്ല. ഇത്രയും പേരോട് എതിരിട്ട് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. ജയസൂര്യൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കാമായിരുന്നു. SIയുടെ നിർദ്ദേശാനുസരണം പോലീസുകാർ അകത്തേക്ക് പാഞ്ഞു കയറി. വിഷ്ണു നമ്പൂതിരി ധരിച്ചു നിന്നു. പോലീസുകാർ ശിവപ്രസാദിനെ വളഞ്ഞു കഴിഞ്ഞു. തങ്ങളുടെ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കൊലയാളിയെ അവർ വെറുതെ വിടുമോ? ശിവൻ ഇടിയേറ്റ് പൊളയുന്നത് ആര്യ കണ്ടു. അവൾ അവർക്കിടയിലേക്ക് ചാടി വീണു. SI കൃഷ്ണകുമാർ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് വലിച്ചു മാറ്റി. ഒരു പോലീസുകാരൻ അവളുടെ ബ്ലൗസ് കീറി എറിഞ്ഞു. ആര്യയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. അവൾ കൈകൾ പിണച്ച് മാറിടം മറച്ചു. കൃഷ്ണകുമാറിന്റെ കഴുകൻ കണ്ണുകൾ അവളുടെ മേനിയിൽ ഉടക്കി. വിഷ്ണു നമ്പൂതിരി ഇടറുന്ന കാലടികളോടെ അകത്തേക്ക് വന്നു. എടോ മുതുക്ക നമ്പൂതിരി, താനല്ലേ പറഞ്ഞത് കൊലയക്കിടാത്തൻ ഇതിനുള്ളിൽ ഇല്ലെന്ന്? ഇത് പിന്നെ തന്റെ സൃഷ്ടികർത്താവാണോ? ബാലപിള്ള വിഷ്ണു നമ്പൂതിരിയുടെ മുഖത്ത് ഊങ്ങിയടിച്ചു. എന്റെ അമ്മയെ! നമ്പൂതിരി തറയിൽ വീണു. അച്ഛാ! നഗ്നത പോലും മറന്ന് ആര്യ ഓടി വന്നു. പക്ഷെ കൃഷ്ണകുമാറിന്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളെ തടഞ്ഞു. അടങ്ങി നിൽക്കടി. അയാളുടെ കൈകൾ വിടുവിക്കാൻ അവൾ നടത്തിയ ശ്രമങ്ങൾ വിഫലമായതേയുള്ളൂ. വിഷ്ണു നമ്പൂതിരിയെ പോലീസുകാർ ചവിട്ടി. അദ്ദേഹത്തിന്റെ വിലാപം നേർത്തു വന്നു. ശിവപ്രസാദിന്റെ നിലയും മറിച്ചല്ലായിരുന്നു. അയാൾ ഏതാണ്ട് അർദ്ധബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് ചോര പുരണ്ട ഒരു വികൃത രൂപം. അവനെടുത്ത് ജീപ്പിലാക്ക്. SIയുടെ ആജ്ഞ. പോലീസുകാർ ശിവനെ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. വെള്ളം, വെള്ളം. വിഷ്ണു നമ്പൂതിരിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. എന്നെ വിടറ. ആര്യ SIയെ തള്ളി മാറ്റിയിട്ട് അടുക്കളയിലേക്ക് ഓടി. ഒരു പാത്രത്തിൽ വെള്ളവുമായി തിരികെ വന്നു. എന്നാൽ കൃഷ്ണകുമാർ അത് തട്ടിത്തെറിപ്പിച്ചു. തറയിൽ വീണ ജലം നമ്പൂതിരിയുടെ അരിയിലേക്ക് ഒഴുകി. വൃദ്ധൻ ഒരു വശം ചെരിഞ്ഞ് അത് നക്കി കുടിക്കുവാൻ ശ്രമിച്ചു. കൃഷ്ണകുമാറിന്റെ ഷൂസ് അണിഞ്ഞ കാലുകൾ പക്ഷെ അതിനനുവദിച്ചില്ല. അച്ഛാ! ആര്യ നിലവിളിച്ചു. എന്റെ മോളെ! വിഷ്ണു നമ്പൂതിരിയുടെ ശബ്ദം മുഴുവനും പുറത്തു വന്നില്ല. വാടി ഇവിടെ, നിന്നെയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കൃഷ്ണകുമാർ അവളെ വലിച്ചിഴച്ചു. ഇല്ല, ഞാൻ വരില്ല. ആഹാ,
നിന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്താ അധികാരം? മിണ്ടരുത്, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പറ്റില്ല. വനിതാ പോലീസ് എവിടെ? അങ്ങ് ചെന്നിട്ട് കാട്ടിത്തരാം. ആര്യയെ അവർ വാനിലുള്ളിലാക്കി. ഒപ്പം 7-8 പോലീസുകാരും കയറി. കനത്ത ഇരുൾ. പോലീസ് വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾക്ക് ജീവൻ വച്ചു. എഞ്ചിനുകൾ ശബ്ദിച്ചു. വണ്ടികൾ നീങ്ങി തുടങ്ങിയതോടെ പോലീസുകാർ ആര്യയോടടുത്തു. ആര്യയുടെ ശരീരത്തിൽ പോലീസുകാരുടെ കൈകൾ ഇഴഞ്ഞുകൊണ്ടിരുന്നു. ശല്യം സഹിക്കവയ്യാതെ അവൾ അലറിക്കരഞ്ഞു. ആരോ വായു പൊത്തിക്കളഞ്ഞു. മുന്നിലെ സീറ്റിലിരുന്ന SI കൃഷ്ണകുമാറിന് കാര്യം മനസ്സിലായി. അവളെ ഉപദ്രവിക്കണ്ട. അയാൾ പിന്നോട്ട് നോക്കി പറഞ്ഞു. എത്തിക്കേണ്ടടുത്ത് ജീവനോടെ എത്തിച്ചില്ലെങ്കിൽ നമ്മുടെ തൊപ്പി തെറിക്കും. അതോടെ പോലീസുകാർ അകന്നു മാറി. ശിവപ്രസാദിനെ കയറ്റിയ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അതേസമയം ആര്യ സഞ്ചരിച്ചിരുന്ന വാൻ ചെന്നു നിന്നത് അബ്കാരി കോൺട്രാക്ടർ മധുസൂദന്റെ ഔട്ട് ഹൗസിന് വെളിയിലായിരുന്നു. പോലീസുകാർ അവളെ പുറത്തിറക്കി. ഉടനെ 2-3 ആൾക്കാർ അവിടെ എത്തി. കൊണ്ടുപോയിക്കോളൂ, SI പറഞ്ഞു. അവർ അവളെ കെട്ടിടത്തിനുള്ളിലേക്ക് വലിച്ചരിച്ച് മുറിക്കുള്ളിലേക്ക് ഇട്ട് പൂട്ടി. പോലീസ് വാൻ അകന്നുപോയി. ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ 4-5 വാഹനങ്ങൾ ഔട്ട് ഹൗസിന് മുന്നിൽ വന്നു നിന്നു. മുഖ്യമന്ത്രി സേതുനാഥും എക്സൈസ് മന്ത്രി ചാക്കോ വട്ടപ്പറമ്പനുമാണ് ആദ്യം ഇറങ്ങിയത്. MLA രാജസേനന്റെ ഒപ്പം മറ്റു 2 MLA-മാരായ കുഞ്ഞികൃഷ്ണനും അനന്തനും SI വിജയകാന്തും ഉണ്ടായിരുന്നു. അബ്കാരി മധുസൂദനും ഗുണ്ടകളും ഏറ്റവും പിന്നിലാണ് ഇറങ്ങിയത്. അവരുടെ കൂടെ പട്ടണത്തിലെ അറിയപ്പെടുന്ന ഒരു വേശ്യയും ഉണ്ടായിരുന്നു. എല്ലാവരും കെട്ടിടത്തിനുള്ളിലെത്തി. ഔട്ട് ഹൗസിന് ചുറ്റും ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഒരു മനുഷ്യജീവി പോലും അവിടേക്ക് എത്തി നോക്കുപോലുമില്ല. സമയം വളരെ കുറവാണ്. എല്ലാം വേഗത്തിൽ തീർക്കണം. മന്ത്രി മുഖ്യൻ മറ്റുള്ളവരെ നോക്കി. പ്രതിപക്ഷമെങ്ങാനും ഈ വാർത്ത അറിഞ്ഞ നല്ല കാര്യായി. സാറ് ധൈര്യമായിരിക്കോ, മധുസൂദനൻ പറഞ്ഞു. ഞങ്ങളെപ്പോലെയുള്ളവർ ജീവിച്ചിരിക്കുമ്പോ സാറ് പേടിക്കുന്നത് എന്തിനാ? അയാൾ എണീറ്റ് ടിവിയും VCR-ഉം ഓൺ ചെയ്തു. മിനി സ്ക്രീനിൽ ഒരു ബ്ലൂ ഫിലിം തെളിഞ്ഞു. എല്ലാവരുടെ കണ്ണുകളും അതിൽ തറഞ്ഞു. അവർ കൊണ്ടുവന്ന യുവതി, അവൾ മദമോഹന നൃത്തമാടി. എല്ലാവർക്കും ലഹരി ഏറിത്തുടങ്ങി. യുവതി മുഖ്യമന്ത്രിയുടെ മടിയിലിരുന്നു. അദ്ദേഹം അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മറ്റവളെ കൂടി കൊണ്ടുവാ, മുതലാളി ഗുണ്ടകളോട് കൽപ്പിച്ചു. അവർ ആര്യയെ അടച്ചിട്ടിരുന്ന വാതിൽ തുറന്നു. വാടി പുറത്തേക്ക്. അവർ അവളെ വിസിറ്റിംഗ് റൂമിൽ എത്തിച്ചു. ആര്യയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. മുഖ്യമന്ത്രിക്ക് അവളെ ശരിക്കും ബോധിച്ചു. യുവതി നൃത്തമാടിക്കൊണ്ട് ആര്യയുടെ അടുത്തെത്തി. അവൾ പുതപ്പിച്ചിരുന്ന സാരി ഞൊടിയിടയിൽ വലിച്ചു പറിച്ചെറിഞ്ഞു. വേച്ചു പോകുന്ന കാലടികളോടെ വിജയകാന്ത് അവളുടെ അരികിലേക്ക് വന്നു. എടി തമ്പുരാട്ടി, നിന്റെ അയിത്തം ഞങ്ങൾ മാറ്റും. ഒരിക്കൽ ഞാനൊന്ന് തൊട്ടപ്പോ നീ എന്നെ തല്ലിയതല്ലേ? അയാൾ ആര്യയുടെ തോളിൽ കൈവച്ചു. അവൾ ഞെട്ടി പിന്നോട്ട് മാറി. ജയസൂര്യൻ കണ്ണു തുറന്നു. മുന്നിലിരിക്കുന്ന സ്ത്രീയെ അവൻ തുറച്ചു നോക്കി. മുന്നിൽ മൃദു മന്ദഹാസത്തോടെ അവൾ ഇരിക്കുന്നു. ശകുന്തള. എന്താ, എന്നെ മനസ്സിലായില്ലേ? ശകുന്തള തിരക്കി. അവന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സിൽ അത്ഭുതാഹ്ലാദ വികാരങ്ങളുടെ ഒരു വേലിയേറ്റമുണ്ടായി. സത്യത്തിൽ അപ്പോഴാണ് അവൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. ജയസൂര്യൻ ഇടവഴിയിലെ സംഭവം ഓർത്തു. ഗുണ്ടകൾ തന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നത് വരെ ഓർമ്മയുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ആവോ, അറിയില്ല. അവൻ ചോദ്യാർത്ഥത്തിൽ ശകുന്തളയെ നോക്കി. എല്ലാം പറയാമെന്ന് ആംഗ്യം കാട്ടിയിട്ട് അവൾ മുറി വിട്ടുപോയി. ജയസൂര്യൻ സാവധാനം എഴുന്നേറ്റിരുന്നു. ശരീരം അനക്കാൻ വയ്യാത്ത വേദന. അങ്ങിങ്ങ് ബാൻഡേജുകളും ഉണ്ട്. അവൻ മുറിയിൽ പരതി നോക്കി. ഒരു മേശയും കസേരയും, ഇരുമ്പ് സേഫ്, ഫാൻ, ഫോൺ, TV എല്ലാം ഉണ്ട്. ശകുന്തള ഒരു ഗ്ലാസ് ചൂടുപാലുമായി കടന്നു വന്നു. നല്ല ക്ഷീണമുണ്ട്, ഇത് കഴിക്കൂ. അവൾ ചിരിച്ചു. അവൻ അത് വാങ്ങി. ഞാനിവിടെ എത്തിയത് എങ്ങനെയെന്ന് പറയൂ. ശകുന്തള കസേര വലിച്ചിട്ടിരുന്നു. അവൾ പൂർവാധികം സുന്ദരിയായിരിക്കുന്നുവെന്ന് ജയന് തോന്നി. എന്താ ഇങ്ങനെ നോക്കുന്നേ? വെറുതെ. ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട്. ഒന്നും കാണണമെന്ന് എനിക്ക് മോഹം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടത് ഇത്തരം ഒരു ദയനീയാവസ്ഥയിലും. ഹാ, ജയൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. എക്കാലവും ഒരേപോലെ കാണുവാൻ കഴിയുമോ? ശകുന്തള അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ശിവപ്രസാദ്, അവൻ ഒരിടത്ത് സുരക്ഷിതനായിരിക്കുന്നു. പക്ഷേ പോലീസിന്റെ പിടിയിൽ നിന്നും ശിവൻ എങ്ങനെ രക്ഷപ്പെടും? അയാൾ ഒരു കൊലയാളിയായി പോയില്ലേ? ജയൻ മിണ്ടിയില്ല. ശിവപ്രസാദിന് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് അവനും അറിയാം. പക്ഷെ കൂടുതല് അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ആര്യയുടെ മുഖമാണ്. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞില്ല. അവൻ വിഷയം മാറ്റി. ഇടവഴിയിൽ വെച്ച് ചിലർ ജയനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് ക്രൈംബ്രാഞ്ച് CI രവീന്ദ്രൻ അതുവഴി വന്നത്. അപ്പോ അവർ ജയനെ വിട്ടിട്ട് ഓടിക്കളഞ്ഞു. ശകുന്തള പറഞ്ഞു. അദ്ദേഹം ജയനെ എവിടെ കൊണ്ടുവന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം എങ്ങനെ ശകുന്തളയെ അറിയും? ഇത് ക്രൈംബ്രാഞ്ച് DYSP ജയശങ്കർ സാറും CI രവീന്ദ്രൻ സാറും താമസിക്കുന്ന വീടാണ്.
കുറെ കാലമായി ഞാനും ഇവിടെ തന്നെയാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എസ് വിജയകാന്ത് ഒരു രാത്രിയിൽ ശകുന്തളയെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രം എനിക്ക് അറിയാൻ കഴിഞ്ഞു. പിന്നീട് എന്തുണ്ടായി? അതൊരു വലിയ കഥയാണ്. ശകുന്തള ഓരോന്നായി പറഞ്ഞു തുടങ്ങി. അമ്പരപ്പോടെയാണ് ജയൻ അത് കേട്ടുകൊണ്ടിരുന്നത്. അവസാനം മധുസൂദനൻ മുതലാളിയുടെയും വിജയകാന്തിന്റെയും മുന്നിൽ നിന്നും ഞാൻ ഓടിയെത്തിയത് ഇവരുടെ മുന്നിലായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവർ എന്നെ ഇവിടെ താമസിപ്പിച്ചു. സുലേഖയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ താമസിക്കുവാൻ അവർ നിർദ്ദേശിച്ചു. ഒന്ന് നിർത്തിയിട്ട് ശകുന്തള തുടർന്നു. ഒരു ദിവസം ഞാൻ ദേവലാലിനെ കണ്ടു. എന്നിട്ട്? ജയസൂര്യന് ആകാംക്ഷ ജനിച്ചു. ഞാനും ജയശങ്കർ സാറും കൂടി ഒരിടത്ത് പോയി വരികയായിരുന്നു. ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ടിറങ്ങവേ ദേവലാലും മറ്റൊരുവനും മുന്നിൽ. ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയിൽ കയറി. കുറെ ദൂരം അവർ ഞങ്ങളെ പിന്തുടരുകയും ചെയ്തു. സംഭാഷണത്തിനിടയിൽ ഒരു മനുഷ്യനകത്തേക്ക് വന്നു. 6 അടിയോടടുത്ത ഉയരവും അതിന് തക്ക വണ്ണവുമുള്ള മധ്യവയസ്കൻ. അയാളെ കണ്ടപ്പോൾ ശകുന്തള ഭവ്യതയോടെ എഴുന്നേറ്റു. ഐ എം ജയശങ്കർ, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി. സർ, നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ നിലയിലായാലും അതിന് അവസരമുണ്ടായി. ജയശങ്കർ കേസിന് ആധാരമായ പല കാര്യങ്ങളും ജയസൂര്യനോട് ചോദിച്ചു മനസ്സിലാക്കി. സർ, എനിക്ക് പോകണം. അവസാനം അവൻ പറഞ്ഞു, നോ, നിങ്ങൾ തീർത്തും ആവശ്യനാണ്. ഞാൻ ചെല്ലാതിരുന്ന വീട്ടിലുള്ളവർ ആകെ വിഷമിക്കും. അതിന് വേണ്ടത് ഞാൻ ചെയ്യാം. അത് വേണ്ട സർ. എങ്കിൽ ഞാൻ വണ്ടിയിൽ വീട്ടിലെത്തിക്കാം. താങ്ക് യു സർ. മധ്യവയസ്കയായ ഒരു സ്ത്രീയും മുറിയിലേക്ക് വന്നു. ഇതെന്റെ ഭാര്യ, ജയശങ്കർ പരിചയപ്പെടുത്തി. അവൻ അവർക്കു നേരെ കൈകൂപ്പി. സി രവീന്ദ്രനും ഭാര്യയും അല്പം മുമ്പ് ഒരിടം വരെ പോയി. ഇനി ഒരിക്കൽ അവരെ പരിചയപ്പെടാം. സർ, സുലേഖയുടെ ഘാതകരെ അധികം താമസിയാതെ അറസ്റ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കട്ടെ? തീർച്ചയായും. ശകുന്തളയോട് യാത്ര പറഞ്ഞ് ജയസൂര്യൻ ജയശങ്കറുടെ മാരുതി വാനിൽ കയറി. ആര്യ ഒരുതരം മരവിപ്പിലായിരുന്നു. എന്തു ചെയ്യണമെന്ന് യാതൊരു രൂപവും അവൾക്ക് കിട്ടിയില്ല. ഈ ചെന്നായ്ക്കൾ തന്നെ കടിച്ചു കീറുമല്ലോ ഈശ്വര. രക്ഷപ്പെടുവാൻ യാതൊരു പഴുതുമില്ല. MLA രാജസേനന്റെയും SI വിജയകാന്തിന്റെയും കണ്ണുകളിൽ വന്യമായ തിളക്കം. അവൾ വെറുപ്പോടെ തല വെട്ടിത്തിരിച്ചു. എന്താടി തമ്പുരാട്ടി, നീ പന്തം കണ്ട പെരിച്ചായെ പോലെ നിൽക്കുന്നത്? വിജയകാന്തിന്റെ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. ഇന്ന് നിന്നെ ഞാൻ മതിയാവോളം അനുഭവിക്കും. അയാൾ പൊട്ടിച്ചിരിച്ചു. അടിയാത്തിക്ക് ഏതോ തമ്പുരാനിൽ നിന്നുണ്ടായ ജാരസന്തതിയല്ലേ ഞാൻ? ആ കാരണം കൊണ്ടല്ലേടി അന്ന് ഞാനൊന്ന് തൊട്ടപ്പോ നീ എന്നെ തല്ലിയത്? നിന്റെ തന്ത ബാല്യക്കാരെ കൊണ്ട് എന്നെ മർദ്ദിച്ചത്? കഴിഞ്ഞുപോയ സംഭവങ്ങൾ ആര്യയുടെ മനസ്സിൽ മിന്നിത്തെളിഞ്ഞു. എന്താടി, വായിൽ നാക്കില്ലേ? വിജയകാന്ത് അവളുടെ സാരിയിൽ പിടികൂടി. വേണ്ട, പറ്റില്ല, ആര്യ എതിർത്തു. പക്ഷെ നൃത്തമാടിക്കൊണ്ടിരുന്നവൾ ആര്യയെ വിവസ്ത്രയാക്കുവാൻ വിജയകാന്തിനെ സഹായിച്ചു. ആര്യ അവളെ അടിച്ചു. വിജയകാന്ത്, ആദ്യം എനിക്ക്. CM സേതുനാഥ് എണീറ്റു. ഓക്കെ സർ. അയാൾ ആര്യയെ വിട്ടിട്ട് നർത്തകിയുടെ അരയിൽ കൈ ചുറ്റി. സേതുനാഥ് ആര്യയുടെ സമീപത്തെത്തി. വാടി മോളെ. വേണ്ട. അവളെ കൈ തട്ടി മാറ്റി. സേതുനാഥ് പിന്തിരിഞ്ഞില്ല. അവളുടെ പാവാട ചരട് അയാൾ വലിച്ചു പൊട്ടിച്ചു. വേണ്ട സർ, ഞാനൊരു പാവാണ്. മാന്യായി സഹകരിച്ച നിനക്ക് നല്ലത്. അവൾ വരച്ചുകൊണ്ട് കൈകൂപ്പി. അടുത്തുവാടി. ആര്യ പിന്നോട്ട് മാറി. മന്ത്രി മുന്നോട്ടും. അവസാനം ഭിത്തിയിൽ മുട്ടി ആര്യ നിന്നു. പാമ്പ് കോഴിയെ ചുറ്റി വരിയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ കരങ്ങൾ ആര്യയെ വലയം ചെയ്തു. അവൾ പുളഞ്ഞു. അയാൾ കാലിൽ തട്ടി അവളെ താഴെയിട്ടു. ഒപ്പം മീതേക്ക് വീണു. തറയിൽ കിടന്നും മൽപ്പിടുത്തമുണ്ടായി. തള്ളി അകറ്റുവാനുള്ള ആര്യയുടെ ശ്രമങ്ങൾ ഫലിച്ചില്ല. മുഖ്യമന്ത്രി തികച്ചും ക്രൂരമായി തന്നെ അവളെ കീഴടക്കി. ക്രമേണ ആര്യയുടെ ശക്തി ചോർന്നു. നിറഞ്ഞ സംതൃപ്തിയോടെ മുഖ്യമന്ത്രി എണീറ്റപ്പോൾ എക്സൈസ് മന്ത്രി ചാക്കോ വട്ടപ്പറമ്പിന്റെ ഊഴമായി. പിന്നെ MLA രാജസേനൻ. ആര്യ അയാളുടെ മുഖത്ത് കാറിത്തുപ്പി. അത് തുടച്ചു കളഞ്ഞിട്ട് രാജസേനൻ അവളെ ആഞ്ഞടിച്ചു. MLA ആനന്ദൻ എത്തിയപ്പോഴേക്കും അവളുടെ ബോധം മറിഞ്ഞു കഴിഞ്ഞിരുന്നു. തന്റെ ഊഴമാണെന്ന് അറിഞ്ഞപ്പോ വിജയകാന്ത് ആര്യയുടെ മുഖത്തേക്ക് കുറെ മദ്യം വീഴ്ത്തി. അപ്പോൾ അവളൊന്ന് ഞരങ്ങിയെങ്കിലും കണ്ണു തുറന്നില്ല. അവസാനം ഗുണ്ടകളിൽ ഒരുവൻ ഉപയോഗിച്ചത് ആര്യയുടെ ചൂടുമാറാത്ത ശവശരീരമായിരുന്നു. അച്ഛൻ, സഹോദരി എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വിഷ്ണു നമ്പൂതിരിയുടെ ചിത കത്തിയമർന്നിട്ടില്ല. സ്വന്തം പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. പോലീസിൽ പരാതിപ്പെട്ട് താൻ ലഭ്യനായത് മിച്ചം. തന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. നീതിയും നിയമവുമൊക്കെ പണച്ചാക്കുകളുടെ കാൽ കീഴിലെ ചവിട്ടുമെത്തകളാണ്. ദൃഢമായ ഒരു തീരുമാനത്തോടെ ജയസൂര്യൻ എണീറ്റു. തന്റെ പെട്ടി തുറന്നു. അതിൽ 1 അടി നീളമുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു. ഇരുവശവും മൂർച്ചയുള്ള കത്തി. അത് ഉറയിലാക്കി അരയിൽ തിരുകി. ഇല്ലം അടച്ചുപൂട്ടിയിട്ട് ഇറങ്ങി നടന്നു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്.
SI കൃഷ്ണകുമാർ സ്ഥലത്തുണ്ടായിരുന്നു. ആര്യയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു, യാതൊരു വിവരവുമില്ല, സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. ജയസൂര്യന്റെ ചുണ്ടിൽ വരണ്ട ഒരു ചിരിയുണ്ടായി. സർ, നിങ്ങൾ അന്ന് രാത്രി എന്റെ ഏടത്തിയെ എവിടെയാണ് എത്തിച്ചത്? ഇൻസ്പെക്ടർ ഞെട്ടലോടെ തലയുയർത്തി. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ശിവപ്രസാദിന്റെ ഒപ്പം എന്റെ ഏട്ടത്തിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ? എന്റെ അച്ഛനെ ഇടിച്ചു കൊന്നില്ലേ? ഇൻസ്പെക്ടറുടെ മുഖത്ത് വിവിധ ഭാവങ്ങളുടെ നിഴലാട്ടം. എന്നാൽ വേഗത്തിൽ അത് മറയ്ക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. ശിവപ്രസാദിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് ഒരു പൊന്തക്കാട്ടിനുള്ളിൽ വെച്ചാണ്. അവിടെ ജയന്റെ അച്ഛനും ചേച്ചിയും എങ്ങനെ എത്തും? ഞങ്ങൾ അവരോട് അനീതി കാട്ടേണ്ട ആവശ്യം എന്ത്? സർ, ഈ കുട്ടികളി എന്തിനാണ്? ശിവനെ അറസ്റ്റ് ചെയ്തത് എന്റെ ഇല്ലത്തിനുള്ളിൽ നിന്നല്ലേ? അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കുറ്റവാളിയെ ഒളിവിൽ പാർപ്പിച്ചു എന്ന കുറ്റത്തിന് ഞാൻ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ആയിരുന്നേനെ. ജയസൂര്യൻ അപ്പോഴും ചിരിച്ചു. നിങ്ങൾ കാട്ടിയ അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥ വിശ്വസനീയം തന്നെയാണ് സർ. പക്ഷേ സ്വന്തം മനസാക്ഷി നിങ്ങളെ ഇപ്പൊ കുത്തി നോവിക്കുന്നില്ലേ? നിങ്ങൾ ശിവപ്രസാദിനെ അറസ്റ്റ് ചെയ്യുമ്പോ ആരെയും ഇല്ലത്തുണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് DYSP ജയശങ്കറിനോട് പറഞ്ഞില്ലേ? കൃഷ്ണകുമാറിന് ഉത്തരം മുട്ടി. എന്താ സർ ഒന്നും പറയാത്തത്? ഐ സേ യു ഗെറ്റ് ഔട്ട്! കൃഷ്ണകുമാർ അലറി. ഞാൻ പോകാം സർ, പക്ഷേ ഓരോ തുള്ളി ചോരയ്ക്കും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. യു ബ്ലഡി റാസ്കൽ! SI ചാടി എണീറ്റ് ജയന്റെ മുഖത്ത് ഊങ്ങിയടിച്ചു. അവനെ കയ്യിൽ കടന്നു പിടിച്ചു. കളി വേണ്ട മിസ്റ്റർ കൃഷ്ണകുമാർ. എന്റെ ചേച്ചിയെ പഴയതുപോലെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സത്യമായിട്ടും നിങ്ങളെ ഞാൻ കൊല്ലും. അവൻ അയാളുടെ കയ്യിലെ പിടിവിട്ടു. അടിക്കാമെങ്കിൽ അടിക്ക്, പക്ഷെ നിങ്ങൾ നാളത്തെ സൂര്യോദയം കാണില്ല. അടിക്കാൻ ഇൻസ്പെക്ടർ മടിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെ ജയസൂര്യൻ ഇറങ്ങിപ്പോയി. പോലീസ് ഡ്രൈവർ സുരേന്ദ്രൻ വിറച്ചുപോയി. ഭാര്യയെ കൈകാലുകൾ കെട്ടി തറയിലിട്ടിരിക്കുന്നു. തന്റെ മകൾ കിടക്കയിലിരിക്കുന്ന ജയസൂര്യന്റെ കയ്യിൽ. നിലവിളിക്കാതിരിക്കാനായി അവളുടെ വായിൽ തുണി തിരികിയിരിക്കുന്നു. ജയസൂര്യന്റെ കയ്യിലിരിക്കുന്ന നീണ്ട കത്തിയുടെ അഗ്രം തന്റെ പൊന്നുമോളുടെ കഴുത്തിൽ. സുരേന്ദ്രൻ! ജയസൂര്യൻ പതിയെ വിളിച്ചു. അകത്തേക്ക് വരിക. ആരെയും ദ്രോഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നോട് താങ്കൾ പൂർണ്ണമായി സഹകരിക്കുമെങ്കിൽ എന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പെരുമാറ്റം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ തന്റെ മകളുടെ കഴുത്തിൽ കത്തിമുന ഒന്ന് അമർന്നുവോ? സുരേന്ദ്രൻ സംശയിച്ചു. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഓക്കെ, ആദ്യം നിങ്ങൾ അകത്തേക്ക് വരൂ. സുരേന്ദ്രന് അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. തന്റെ ഭാര്യയെയും കുട്ടിയെയും അയാൾ ദയനീയമായി നോക്കി. ഇല്ലത്തു നിന്ന് അറസ്റ്റ് ചെയ്ത എന്റെ പെങ്ങൾ എവിടെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത്, ജയസൂര്യൻ പറഞ്ഞു. സുരേന്ദ്രൻ ഒന്ന് ഞെട്ടി. അയാൾക്ക് നാവനക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചത് കേട്ടില്ലേ? അത് ഉത്തരം പറയുന്നതിന് മുമ്പ് ശരിക്കും ആലോചിക്കുക. കുട്ടിയുടെ ജീവൻ എന്റെ കത്തിമുനയിലാണ്. ജയൻ കത്തി ഒന്നിളക്കി. കുട്ടി ഒന്ന് പെടഞ്ഞു. ഞാൻ പറയാം വേഗം. മധുസൂദന്റെ എസ്റ്റേറ്റിനുള്ളിലെ കെട്ടിടത്തിൽ അവളെ ഇറക്കി വിട്ടുവെന്ന് മാത്രമേ എനിക്കറിയൂ. ജയസൂര്യൻ നടുങ്ങി. എന്നിട്ട് ഞങ്ങൾ തിരികെ പോന്നു. പിന്നീട് എനിക്കൊന്നും അറിയില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ കുട്ടിയെ തിരികെ തരൂ. ദൃഢമായ ഏതോ തീരുമാനത്തോടെ ജയസൂര്യൻ കുട്ടിയെ മോചിപ്പിച്ചു. പിന്നെ പുറത്തേക്കിറങ്ങി. പോലീസ് ഡ്രൈവർ വന്ന ജീപ്പ് ദൃഷ്ടിയിൽപ്പെട്ടു. ഞൊടിയിടയിൽ അവൻ അതിൽ ചാടിക്കയറി. ജീപ്പ് പാഞ്ഞു പോകുന്ന ശബ്ദമാണ് സുരേന്ദ്രൻ കേട്ടത്. അയാൾ ഓടിയെത്തിയപ്പോഴേക്കും വാഹനത്തിന് പിന്നിലെ ചുവന്ന വെളിച്ചം അകലെ മറയുന്നത് കണ്ടു. എസ്റ്റേറ്റ് റോഡിലേക്കാണ് ജയസൂര്യൻ ജീപ്പ് വായിച്ചത്. ഭ്രാന്തൻ വേഗതയിൽ അത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അക്വാരി മധുസൂദന്റെ കെട്ടിടത്തിൽ എത്തിയിട്ടും വേഗത കുറച്ചില്ല. അടച്ചിട്ടിരുന്ന ഗേറ്റിൽ ഒറ്റയടി. ഭയങ്കരമായ ശബ്ദത്തോടെ ഗേറ്റിന്റെ പാളികൾ ഇളകി. അതും തള്ളിക്കൊണ്ട് അകത്തേക്ക് കുതിച്ച ജീപ്പ് പോർട്ടിക്കോവിലെ കോൺക്രീറ്റ് തൂണിൽ വന്നിരിച്ചു. തൂണ് തകർന്ന പോർട്ടിക്കോവിന്റെ മുകൾ ഭാഗം ഇളകി താഴേക്ക് വീണു. അപ്പോഴേക്കും ജയസൂര്യൻ ചാടിയിറങ്ങി. അകത്തുണ്ടായിരുന്ന ഗുണ്ടകൾ ശബ്ദം കേട്ട് ചാടി എണീറ്റു. അവർ പുറത്തേക്ക് ഓടി വന്നു. ജയസൂര്യൻ അവരുടെ നേർക്ക് കുതിച്ചു ചാടി. ഒരുത്തനെ ഉയർത്തി ജീപ്പിന്റെ ബോണറ്റിലേക്ക് എറിഞ്ഞു. തറയിൽ വീണ മറ്റൊരാളെ പിടിച്ചുയർത്തുമ്പോൾ പിന്നിൽ നിന്നും പുറത്തടി കിട്ടി. ജയനും തറയിലേക്ക് മറിഞ്ഞു. അവിടെ കിടന്ന രണ്ട് വന്യമൃഗങ്ങളെ പോലെ അവർ പിടിച്ചുരുണ്ടു. മൂന്നാമൻ ഒരു കോൺക്രീറ്റ് കട്ടെടുത്ത് ജയസൂര്യന്റെ നേർക്ക് എറിഞ്ഞു. അവനെ ഉരുണ്ടു മാറിയപ്പോൾ തറയിൽ വീണ ഗുണ്ടയുടെ ശരീരത്തിൽ അത് പതിച്ചു. ജയൻ ചാടി എണീറ്റ് അയാളെ നാഭിയിൽ തൊഴിച്ചു. മുടിയിൽ വട്ടം കറക്കിയിട്ട് ഭിത്തിയുടെ നേർക്ക് തള്ളിക്കൊണ്ടുപോയി. ജയസൂര്യൻ അരയിൽ നിന്നും കത്തി വലിച്ചൂരി അതിന്റെ അഗ്രം അയാളുടെ വായിലേക്ക് കയറ്റി. മറ്റുള്ളവർ വിറച്ചുപോയി. എല്ലാവരും ഇവിടെ വരിക, ജയൻ ആജ്ഞാപിച്ചു. 3 പേരും അടുത്തു വന്നു. എന്റെ കൈ ഒന്ന് അനങ്ങിയ ഇവന്റെ നാവ് മുറിഞ്ഞ് തറയിൽ വീഴും. പിന്നെ കത്തിയുടെ അഗ്രം കഴുത്തിന്റെ മറുപുറത്ത് തുളഞ്ഞിറങ്ങി വരുന്നതും കാണേണ്ടി വരും.
എന്റെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം തന്നാൽ ജീവനോടെ ഇയാളെ വിടാം, ഇല്ലെങ്കിൽ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾക്ക് എന്ത് വേണം? ഒരുവൻ ധൈര്യം സംഭരിച്ച് തിരക്കി. പറയൂ. കഴിഞ്ഞ ദിവസം പോലീസുകാർ മധുസൂദന്റെ നിർദ്ദേശാനുസരണം ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നു. അവളെവിടെ? ഗുണ്ടകൾ മുഖാമുഖം നോക്കി. പറയാൻ. അവൻ കത്തി ഒന്നനക്കി. അയാൾ ഒന്ന് പൊളഞ്ഞു. വായ് അല്പം മുറിഞ്ഞു. ചോര കിനിഞ്ഞു വന്നു. അയ്യോ, അവനൊന്നും ചെയ്യരുത്, ഞങ്ങൾ പറയാം. ഗുണ്ടകൾ സൗമ്യരായി. അവളെ രാത്രിയിൽ തന്നെ പോലീസുകാർ കൊണ്ടുപോയി. ഞൊടിയിടയിൽ ജയൻ അയാളെ വിട്ടിട്ട് അത് പറഞ്ഞവന്റെ നേരെ കുതിക്കുകയും കാൽമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിക്കുകയും ചെയ്തു. പിന്നെ അതേ വേഗത്തിൽ അയാളുടെ മുഖം പിടിച്ചുയർത്തി കത്തി കൊണ്ട് അറുത്തു. ഹാ! അയാൾ പിടഞ്ഞുപോയി. മുഖത്തു നിന്നും ചോര ഇറ്റു വീണു. പറയടാ, അവളെവിടെ? ഇനി ഉപദ്രവിക്കരുത്, ഞാൻ പറയാം. വേഗം പറ. അവൾ ചത്തുപോയി. ഞങ്ങൾ അവളെ ശരീരത്തിൽ കല്ല് കെട്ടി ആറ്റിലെറിഞ്ഞു. അത് മുഴുവൻ ജയൻ കേട്ടില്ല. അവന്റെ തലച്ചോറിൽ ഒരു വെള്ളിരി കിട്ടി. ഈശ്വര, എന്റെ പെങ്ങൾ! ജയസൂര്യ നിലവിളിച്ചു. എന്നാൽ പെട്ടെന്ന് അവൻ മനസ്സംയമനം കൈവരിച്ചു. ആ കണ്ണുകളിൽ ഒരു കാട്ടുമൃഗത്തിന്റെ ഭാവമുണ്ടായി. ആരൊക്കെ കൂടിയാടാ എന്റെ പെങ്ങളെ കശക്കി എറിഞ്ഞത്? ജയസൂര്യൻ ഗർജിച്ചു. മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രി ചാക്കോ വട്ടപ്പറമ്പിലും. ഗുണ്ടയുടെ മറുപടിയിൽ വിറയിലുണ്ടായി. പറയൂ. MLA-മാരായ രാജസേനൻ, കുഞ്ഞികൃഷ്ണൻ, അനന്തൻ, പിന്നെ ഇൻസ്പെക്ടർ വിജയകാന്ത്, മധുസൂദനൻ മുതലാളി. മുഴുവൻ കേട്ടു നിൽക്കാൻ അവന്റെ കർണപുടം മട്ടിച്ചു. ഗുണ്ടയുടെ കണ്ണിൽ ജയന്റെ കത്തി താണു. കത്തിയിൽ 1 ഇഞ്ച് നീളത്തിൽ ചോര പടർന്നു കഴിഞ്ഞിരുന്നു. എന്റെ കണ്ണുപോയേ! അത് ശ്രദ്ധിക്കാതെ ജയൻ ജീപ്പിൽ ചാടിക്കയറി. അത് പിന്നോട്ടെടുത്തു. ബോണറ്റിൽ കിടന്നിരുന്ന ഇഷ്ടിക കഷ്ണങ്ങളും കോൺക്രീറ്റ് തുണ്ടുകളും തറയിലേക്ക് വീണു. ജീപ്പിന്റെ ബോണറ്റും ഹെഡ്ലൈറ്റുകളും തകർന്നു പോയിരുന്നു. ലൈറ്റ് ഇല്ലാതെ അവൻ ജീപ്പ് ഓടിച്ചു. ഇടയ്ക്കിടെ എവിടെയൊക്കെ ജീപ്പ് ചെന്നിടിച്ചു. ഈ സമയം SI കൃഷ്ണകുമാറും ഡ്രൈവർ സുരേന്ദ്രനും മറ്റൊരു ജീപ്പിൽ മധുസൂദന്റെ എസ്റ്റേറ്റിലേക്ക് വരികയായിരുന്നു. ഇവയിലൂടെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മുന്നിലെ വളവ് തിരിഞ്ഞ് ഒരു വാഹനത്തിന്റെ വെളിച്ചം അടുത്ത് വരുന്നത് ജയസൂര്യൻ കണ്ടു. അപകടമാണ് ആസന്നമാകുന്നതെന്ന് അവന് മനസ്സിലായി. പോലീസുകാർ സഞ്ചരിച്ച ജീപ്പ് 50 വാരയോളം അടുത്തെത്തിയതും ജയൻ ജീപ്പിൽ നിന്ന് ചാടി. റബ്ബർ കരിയിലുകൾക്ക് മുകളിലൂടെ അവൻ നിരങ്ങിപ്പോയി. നിയന്ത്രണം വിട്ട് പാഞ്ഞ ജീപ്പ് എതിരെ വന്ന ജീപ്പിലിടിച്ചു. കനത്ത ഇരുളിൽ പോലീസുകാരുടെ നിലവിളി ഉയർന്നു. ജയസൂര്യൻ ഇരുളിലൂടെ ഓടി. അവൻ ചാടിയിറങ്ങിയ ജീപ്പാണ് മറിഞ്ഞത്. മറ്റേ ജീപ്പിൽ നിന്നും പോലീസുകാർ ചാടിയിറങ്ങി. അതിനുള്ളിൽ അവനായിരുന്നു. SI കൃഷ്ണകുമാർ അലറി, വേഗം തെരയൂ. പോലീസുകാരുടെ കൈവശമിരുന്ന ടോർച്ചുകൾ തെളിഞ്ഞു. അതാ അവൻ ഓടുന്നു, പോലീസുകാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. പിടിക്കാണേ! SIയും പോലീസുകാരും പിന്നാലെ പാഞ്ഞു. അതോടെ അവന്റെ ഓട്ടത്തിന് വേഗതയേറി. നീണ്ടു പരന്നു കിടക്കുന്ന റബ്ബർ എസ്റ്റേറ്റ്. വളരെ നേരം ഓടിയിട്ടും അന്ത്യം കണ്ടെത്താൻ കഴിയുന്നില്ല. കഴിവേറുടെ മോൻ! SI പിറുപിറുത്തു. അവൻ രക്ഷപ്പെടുന്ന മട്ടാണല്ലോ. ഇടയ്ക്കിടെ കല്ലുകളിൽ തട്ടി. തിരിഞ്ഞു നോക്കിയ നേരം കൊണ്ട് അവന്റെ കാൽ വഴുതി വീണത് ഒരു കുഴിയിൽ. അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ മേലേക്ക് പോലീസുകാർ ചാടി വീണു കഴിഞ്ഞിരുന്നു. തൊട്ടുപോകരുത് തന്നെ! ജയസൂര്യൻ ഗർജിച്ചു. തൊട്ടാ നീ മൂക്കി കയറ്റിക്കയമാടാ പട്ടി! SI കൈ നിവർത്തി കർണത്തൊന്ന് കൊടുത്തു. പൊടുന്നനെ ജയസൂര്യൻ അരയിൽ നിന്ന് കത്തി വലിച്ചൂരി. എന്റെ പെങ്ങളുടെ ജീവൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നത് മറന്നു പോയിട്ടില്ലല്ലോ. എന്റെ ഏട്ടത്തിയെ നീ കൊല്ലിച്ചില്ലടാ! ജയസൂര്യൻ കത്തി വീശി. SI കൃഷ്ണകുമാറിൽ നിന്നും ഒരു ആർത്തനാദം ഉയർന്നു. ചോര ചീറ്റിത്തെറിക്കുന്നത് പോലീസുകാരൻ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ടു. കൃഷ്ണകുമാർ പിന്നിലേക്ക് മറിഞ്ഞു. കാക്കി കുപ്പായം കീറിപ്പോയിരുന്നു. അതുവഴി ചോരയൊഴുകി. പോലീസുകാർ SIയെ താങ്ങി. ചിലർ ജയസൂര്യനോടടുത്തു. അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ വാടാ, കൊന്നു കൊല വിളിക്കും ഞാൻ! ഒറ്റയാന്റെ ഭാവമായിരുന്നു അവന്. കത്തിയുമായി കൊലവിളി മുഴക്കി നിൽക്കുന്ന അവനോടെടുക്കുവാൻ അവർ ഭയന്നു. അവർ SIയും കൊണ്ട് ജീപ്പിനരിയിലേക്ക് ഓടി. ഉറക്കത്തിൽ വിളിച്ചുണർത്തിയാണ് അബ്കാരി കോൺട്രാക്ടർ മധുസൂദനൻ മുതലാളിയോട് ഗുണ്ടകൾ വിവരം പറയുന്നത്. കൂട്ടിലടച്ച വെരുകിനെ പോലെ അയാൾ മുറിയിൽ അങ്ങിങ്ങുലാത്തി. ജയസൂര്യൻ വെറുതെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. മുതലാളി റിസീവർ എടുത്തു. സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും മുതലാളി വിയർത്തു കുളിച്ചു. എന്തു പറ്റി മുതലാളി? അവൻ ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിന് കുത്തി. ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി. അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശേഖരന്റെ കണ്ണു കുത്തി പൊട്ടിച്ചത്. മധുസൂദനൻ ഒന്നമർത്തി മോളെ. വീണ്ടും ഹോൺ ശബ്ദിച്ചു. മധുസൂദനൻ റിസീവർ എടുത്തു. പൊട്ടിക്കഴുവേടെ മോനെ! അപ്പുറത്തു നിന്നും ശബ്ദമേറുന്നു. ആരാടാ നീ? മധുസൂദനൻ അലറി. നിന്റെ തന്ത, പേര് ജയസൂര്യൻ. മധുസൂദനൻ മുതലാളിയുടെ ഉടൽ വിറച്ചു. നീ നീ എന്തിനാടോ മുതലാളി താൻ പരുങ്ങുന്നത്? വിവരങ്ങളൊക്കെ കാവൽ നായ്ക്കളിൽ നിന്നും അറിഞ്ഞു കാണുമല്ലോ.
പൊടുന്നനെ ജയസൂര്യന്റെ സ്വരം മാറി. നീയൊക്കെ ഒന്നോർത്തോ, എന്റെ പെങ്ങളുടെയും അച്ഛന്റെയും ജീവന് നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. മധുസൂദൻ ശബ്ദിച്ചില്ല. അവൻ തുടർന്നു. അധികം വൈകുന്നില്ല, ഞാൻ വേട്ടയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഫോൺ ഡിസ്കണക്ട് ആയി. നിമിഷങ്ങളോളം അയാൾ നിശ്ചലനായി നിന്നു. എന്ത് വില തരുമെന്ന് തീരുമാനിക്കുള്ള ചുമതല നിനക്ക് ഞാൻ വിട്ടുതരുന്നു. ജയസൂര്യൻ കസേരയിൽ നിവർന്നിരുന്നു. പക്ഷേ എനിക്കുടനെ പണം വേണം. റെക്സ് മെല്ലെ ശിരസിലക്കിയിട്ട് ചുരുട്ടാഞ്ഞു വലിച്ചു. ജയസൂര്യന്റെ അടുത്ത മിത്രങ്ങളിൽ ഒരാളാണ് റെക്സ്. കോടീശ്വരൻ. അപ്രതീക്ഷിതമായി ഒരു ആക്സിഡന്റിൽ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് റെക്സിന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടി വന്നു. റെക്സിന്റെ ചേച്ചി ഒരാളുണ്ട്. ഭർത്താവിനോടത്ത് ജർമ്മനിയിലാണ്. ഇല്ലവും പറമ്പും വിൽക്കുന്നത് സംബന്ധിച്ചാണ് ജയൻ റെക്സിനെ സമീപിച്ചത്. അവനാകുമ്പോ അറിയാത്ത കാര്യം സാധിക്കാം. ജയൻ, റെക്സ് നിവർന്നിരുന്നു. ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയാണെന്ന് കരുതരുത്. തൽക്കാലം എനിക്ക് ഇല്ലവും പറമ്പും വാങ്ങുന്നതിനോട് തീരെ താല്പര്യമില്ല. ജയസൂര്യന്റെ മുഖത്ത് നിരാശ പടർന്നു. സോറി, നിന്റെ സമയം നഷ്ടപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു. ഞാൻ എന്റെ കഥകൾ മുഴുവൻ നിന്നോട് പറഞ്ഞിരുന്നു. സാരമില്ല, ഞാൻ ഇറങ്ങട്ടെ. അവൻ പണിപ്പെട്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഹാ, ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നീ ഇറങ്ങിയാലോ? റെക്സ് അവനെ പിടിച്ചിരുത്തി. നീ ഒന്നും കഴിച്ചതല്ലെന്ന് മുഖം കണ്ടാലറിയാം. വരൂ, ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ല. റെക്സ് അവനെ ഡൈനിങ് റൂമിലേക്ക് നടത്തി. ഊണ് കഴിഞ്ഞ് തിരികെ വിസിറ്റിംഗ് റൂമിലെത്തിയപ്പോൾ അയാൾ ഒരു ബാഗ് ജയസൂര്യനെ ഏൽപ്പിച്ചു. എനിക്ക് തൽക്കാലം നിന്റെ ഇല്ലം വേണ്ട, പക്ഷെ നിനക്ക് ആവശ്യമുള്ള പണം ഇതിലുണ്ട്. ആവശ്യം വരുമ്പോ വീണ്ടും വരണം. ജയസൂര്യന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും ഉപകാരം ചെയ്ത സ്ഥിതിക്ക് നീ ഒന്നുകൂടി ചെയ്യാമോ? എന്താണെന്ന് പറയടാ. എനിക്കൊരു റിവോൾവർ വേണം, അത്രേ ഉള്ളൂ. ഉടനെ റെക്സ് അകത്തേക്ക് പോയി ഒരു റിവോൾവറും ബുള്ളറ്റുകൾ അടങ്ങിയ പാക്കറ്റും അവനെ ഏൽപ്പിച്ചു. നന്ദിയോടെ ജയസൂര്യൻ അത് വാങ്ങി ബാഗിൽ വെച്ചു. ലൈസൻസ് ഇല്ലാത്ത റിവോൾവറാണ്, അതാണ് എനിക്ക് ആവശ്യം. ജയസൂര്യൻ യാത്ര പറഞ്ഞിറങ്ങി. ഇൻസ്പെക്ടർ വിജയകാന്ത് ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സസ്പെൻഷനിലായ നിലയ്ക്ക് കുറെ കാലം ഇവിടെ നിന്ന് മാറി നിന്ന് കളയാം. മാത്രമല്ല, ജയസൂര്യൻ തീർച്ചയായും പ്രതികാരത്തിന് മുതിരുമെന്നും അയാൾക്കറിയാം. കൃഷ്ണകുമാറിനെ ആക്രമിച്ചത് ഇതിന്റെ മുന്നോടിയായാണ്. പോരെങ്കിൽ തന്നോട് മുൻവൈരാഗ്യമുണ്ട് താനും. തൽക്കാലം താൻ എവിടേക്കാണ് പോകുന്നതെന്ന് മറ്റാരും അറിയരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. ഫ്രിഡ്ജിൽ നിന്നും ശിവാശ്രീകളിന്റെ ഒരു കുപ്പിയും സോഡയും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഹോട്ടലിൽ നിന്ന് വരുത്തിയിരുന്ന പൊറോട്ടയും മട്ടനും ഉണ്ടായിരുന്നു. നേരം രാത്രിയായി. വേലക്കാരനെ രാവിലെ തന്നെ പറഞ്ഞു വിട്ടതാണ്. അയാൾ സാവധാനം മദ്യപിച്ചു തുടങ്ങി. 11 മണിയോടുകൂടി ഇവിടെ എത്തണമെന്ന് ഒരു ടാക്സിക്കാരനെ ചട്ടം കെട്ടിയിട്ടുണ്ട്. തലച്ചോറിൽ ലഹരി പ്രവർത്തിച്ചു തുടങ്ങി. അയാൾ പെട്ടിയിൽ നിന്നും റിവോൾവർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ജയസൂര്യൻ എപ്പോഴാണ് വരികയെന്ന് ആർക്കറിയാം. വാച്ച് നോക്കി. സമയം 10:30 കഴിഞ്ഞു. ഇനിയും സമയമുണ്ട്. കുപ്പിയിൽ അവശേഷിച്ചതുകൂടി ഗ്ലാസ്സിലേക്ക് കമഴ്ത്തി. അപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോ പോർട്ടിക്കോയിൽ ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. വിജയകാന്ത് എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്ത് ടാക്സി ഡ്രൈവർ. പെട്ടിയും മറ്റും എടുത്ത് ഡിക്കിയിൽ വെക്കടോ. ശരി സർ. ഡ്രൈവർ ഭവ്യതയോടെ സാധനങ്ങൾ എടുത്ത് ഡിക്കിയിലാക്കി. അപ്പോഴേക്കും വിജയകാന്തും വാതിൽ പൂട്ടിയിറങ്ങി. റിവോൾവർ കീശയിൽ തിരുകി. പിൻസീറ്റിൽ കടന്നിരുന്നിട്ട് ഒരു സിഗരറ്റും തീ കൊളുത്തി. വണ്ടി കിട്ടോ? ശരി സർ. ശരവേഗതയിൽ കാർ മുന്നോട്ട് പാഞ്ഞു. അപകടത്തിന്റെ വക്കിലേക്കാണ് താൻ ഗമിക്കുന്നതെന്ന് വിജയകാന്ത് അപ്പോൾ അറിഞ്ഞിരുന്നില്ല. കാർ എവിടെയോ നിന്നപ്പോഴാണ് വിജയകാന്തിന് പരിസരബോധമുണ്ടായത്. അടഞ്ഞു പോകുന്ന കണ്ണുകൾ പണിപ്പെട്ട് തുറന്നുകൊണ്ട് അയാൾ ചുറ്റും നോക്കി. ആകെ ഇരുട്ടാണ്. മുന്നിൽ ഇരുളിലാണ് ഒരു കെട്ടിടം. എന്താണോ ഇവിടെ? മധുസൂദനൻ സാർ പറഞ്ഞു ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന്. ഡ്രൈവർ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഏതാണ് ഈ സ്ഥലം? നമ്മുടെ ജയസൂര്യന്റെ എല്ലാമാണ്. മദ്യലഹരിയിലായിരുന്നിട്ടും വിജയകാന്ത് ഞെട്ടിപ്പോയി. സാറിന് പേടി തോന്നുന്നുണ്ടോ? എന്തിന്? ഡ്രൈവർ പുറത്തിറങ്ങി. ഞൊടിയിടയിൽ അയാൾ പിന്നിലെ ഡോർ തുറന്ന് വിജയകാന്തിനെ വലിച്ച് പുറത്തിട്ടു. എസ്ഐയുടെ റിവോൾവറും കൈക്കലാക്കി. അനങ്ങരുത്. ഡ്രൈവർ വിജയകാന്തിനെ പിടിച്ചുയർത്തി. പുറത്ത് റിവോൾവറിന്റെ ബാരൽ അമർത്തി. നടക്കട മുന്നോട്ട്. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് വിജയകാന്തിന് തോന്നിയത്. ഡ്രൈവർ അയാളെ അകത്തെ മുറിയിൽ എത്തിച്ച ശേഷം ലൈറ്റ് തെളിച്ചു. വിജയകാന്ത് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അയാളുടെ നട്ടലിൽ ഒരു തരിപ്പുണ്ടായി. ജയസൂര്യൻ? അതേടാ നായെ. അവൻ ഇൻസ്പെക്ടർ ചവിട്ടി തെറിപ്പിച്ചു. ഭിത്തിയിൽ തലയിടിച്ച് വിജയകാന്ത് വീണു. എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ജയൻ ചാടി വീണ് കൈകൾ പിന്നിലേക്ക് ചേർത്ത് ബന്ധിച്ചു. അവൻ കുറെ പഴന്തുണി എടുത്ത് അയാളുടെ വായിൽ കുത്തിത്തിരുകി. കൂടുതൽ സംസാരിക്കാനൊന്നും എനിക്ക് സമയമില്ല. ജയസൂര്യൻ ഒരു കയറെടുത്തു. അതിന്റെ അഗ്രം മച്ചിലെ കഴുക്കോലിലൂടെ വലിച്ചെടുത്തിട്ട് മറ്റേ അറ്റം വിജയകാന്തിന്റെ കഴുത്തിൽ കെട്ടി. ഒരു നിമിഷം.
വിജയകാന്തിന്റെ ശരീരം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അയാൾക്ക് അലറിക്കരയണമെന്ന് തോന്നി, കഴിഞ്ഞില്ല. കഴുത്തറുത്ത കോഴിയെ പോലെ അയാൾ കയറിൽ തൂങ്ങി പെടഞ്ഞു. വിജയകാന്തിന്റെ ചലനം നിലയ്ക്കുന്നതിന് മുമ്പ് തന്നെ ജയസൂര്യൻ അവിടെ നിന്ന് യാത്രയായി. ഫോൺ ബിൽ തുടരെ മുഴങ്ങിയപ്പോൾ SP രാമചന്ദ്രൻ ഉറക്കത്തിൽ നിന്നുണർന്നു. തന്നെ വലയം ചെയ്തിരിക്കുന്ന ഭാര്യയുടെ കൈകൾ എടുത്തു മാറ്റിയിട്ട് അദ്ദേഹം റിസീവർ എടുത്ത് കാതോടടുപ്പിച്ചു. SP സാർ അല്ലേ? ഒരു പുരുഷ ശബ്ദം. അതെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ ഞാൻ കൊന്നു. SPക്ക് ദേഷ്യം വന്നു. നീ അർദ്ധരാത്രിയിൽ മനുഷ്യനെ വട്ടുകളിപ്പിക്കുകയാണോടാ? ഉറച്ച ശബ്ദം കേട്ടാണ് SPയുടെ ഭാര്യ ഉണർന്നത്. അവൾ ലൈറ്റ് ഓൺ ചെയ്തു. എന്തു പറ്റി ഡാർലിംഗ്? ഭാര്യ ഉണർന്നല്ലോ. എങ്കിൽ കേട്ടോളൂ. ഞാൻ കൊന്നത് SI ആയിരുന്ന വിജയകാന്തിനെയാണ്. ശവശരീരം ഭദ്രമായി ഒരിടത്തുണ്ട്. എവിടെയാണെന്ന് വെച്ചാ നിങ്ങൾ കണ്ടുപിടിക്കണം. ആരാടാ നീ? മറുപടി പറയാതെ അപ്പുറത്ത് റിസീവർ വച്ചു കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ SPയുടെ നിർദ്ദേശാനുസരണം വിജയകാന്തിനെ തിരഞ്ഞുവെങ്കിലും യാതൊരു തുമ്പും കിട്ടിയില്ല. പകരം മറ്റൊന്നാണ് അറിഞ്ഞത്. നദിയിൽ കല്ല് കെട്ടി താഴ്ത്തിയിരുന്ന ഒരു ശവശരീരം കരക്കെടുത്തിരിക്കുന്നു. ആര്യയുടെ ശവശരീരം. ജയസൂര്യനെ കണ്ടുപിടിക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയായിരുന്നു. ഇല്ലം മുഴുവൻ അരിച്ചുപെറുക്കി, കണ്ടില്ല. അവസാനം വീട് സീൽ ചെയ്യുകയും ചെയ്തു. ആര്യയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഏറ്റുവാങ്ങാൻ പോലും ജയസൂര്യൻ എത്തിയില്ല. ഇൻസ്പെക്ടർ വിജയകാന്ത് ജയസൂര്യനെ ഭയന്ന് എവിടെയോ ഒളിച്ചു പോയിരിക്കുകയാണെന്നാണ് SP രാമചന്ദ്രന് അവസാനം കിട്ടിയ റിപ്പോർട്ട്. എന്നാൽ ആര്യയുടെ ശവം കെട്ടിത്താഴ്ത്തിയ അതേ നദിയിലെ മറ്റൊരു വലിയ കയത്തിൽ വിജയകാന്തിന്റെ ശവശരീരവും അടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അബ്കാരി കോൺട്രാക്ടർ മധുസൂദൻ മുതലാളിയുടെ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. ക്രൈംബ്രാഞ്ച് DYSP ജയശങ്കറും CI രവീന്ദ്രനും 3 പോലീസുകാരും ഇറങ്ങി. മധുസൂദന മുതലാളി വിസിറ്റിംഗ് റൂമിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും അയാൾ ഭവ്യതയോടെ എണീറ്റു. സാറന്മാർ രാവിലെ? അകത്തേക്ക് കടന്നിരിക്കാം. ഞാൻ ജയശങ്കർ, ക്രൈംബ്രാഞ്ച് DYSP ആണ്. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ജയശങ്കർ എന്ന് പേര് കേട്ടപ്പോ മധുസൂദനൻ ഒന്ന് ഞെട്ടി. ഞങ്ങൾക്ക് അത്യാവശ്യമായി ദേവലാലിനെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. ചില പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ട്. സാർ, അവൻ അതിന് തക്ക തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവനെ വിളിക്കൂ. പെട്ടെന്ന് ദേവലാൽ അവിടേക്ക് വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നത് അവൻ അറിഞ്ഞിരുന്നില്ല. അവന്റെ കാലുകൾ നിശ്ചലമായി. മിസ്റ്റർ ദേവലാൽ? CI എണീറ്റു. യെസ് സർ, യു ആർ അണ്ടർ അറസ്റ്റ്. CIയുടെ കയ്യിൽ വിലങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ശബ്ദിക്കാൻ കഴിയാതെ ദേവലാൽ നിന്നു. സർ? അബ്കാരി മധുസൂദന്റെ വിലാപസ്വരം. ദേവലാലിന്റെ കൈകളിൽ വിലങ്ങു വീണു. പെട്ടെന്ന് മധുസൂദന്റെ ഭാവം മാറി. എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു? സുലേഖ എന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. മൈ ഗോഡ്, ഇല്ല, അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. മധുസൂദൻ പതറി. ക്രൈംബ്രാഞ്ചുകാരാണെന്ന് വെച്ച് എന്ത് തോന്നിയസവും കാണിക്കാമെന്നാണോ? ദേ, ഷാപ്പുകാരുടെ ഭാഷയിൽ ഞങ്ങളോട് സംസാരിക്കരുത്. സംസാരിച്ചാൽ നിങ്ങളെന്താ എന്നെ ഷേവ് ചെയ്ത് കളയുമോ? അബ്കാരി ചോദിച്ചു നിർത്തിയില്ല. അതിനു മുമ്പ് അടിവയറ്റിൽ ഇടികിട്ടി. അയ്യോ! അയാൾ മുന്നോട്ട് വളഞ്ഞു. ഞങ്ങൾ ഇവനെ കൊണ്ടുപോവുകയാ. സുലേഖയുടെ മരണത്തിന് കാരണക്കാരായ ഇവന്റെ കൂട്ടുകാരെയും ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ആ വാചകം ദേവലാലിനെ തളർത്തി. അവർ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. ദേവലാലിനെയും വഹിച്ചുകൊണ്ട് ജീപ്പ് അകന്നകന്നു പോയി. ദേവലാലിനെയും സുഹൃത്തുക്കളെയും കോടതിയിൽ ഹാജരാക്കി. ജാമ്യത്തിന്മേലുള്ള വാദം നടന്നു. ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് ദേവലാലിനും മറ്റും വേണ്ടി വാദിച്ചത്. ദേവലാലിനും കൂട്ടുകാർക്കും ജാമ്യം അനുവദിക്കപ്പെട്ടു. കോടതിയിൽ നിന്നിറങ്ങിയപ്പോ അവർ ജയശങ്കറുടെയും രവീന്ദ്രന്റെയും അരികിലെത്തി. ഇത് ഒന്നിന്റെയും അവസാനമല്ല സാറേ. നിയമം ഞങ്ങളുടെ ഒരു രോമത്തെ പോലും തൊടില്ല. അവർ കാറിൽ കയറിപ്പോയി. സമയം 12 മണി. ജയസൂര്യൻ ഒരു ടാക്സി കാറിൽ ക്രൈംബ്രാഞ്ച് ഓഫീസർമാരുടെ വീട്ടിലേക്ക് തിരിച്ചു. താൻ ഒരു കൊലപാതകം നടത്തിയെങ്കിലും അതിന് തെളിവില്ല. ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിനെ കുത്തിയതും പോലീസ് ജീപ്പ് തട്ടിയെടുത്തതും മധുസൂദന്റെ ഗുണ്ടകളെ മർദ്ദിച്ചതുമാണ് തന്റെ പേരിലുള്ള കുറ്റം. ജയശങ്കറും രവീന്ദ്രനും മറ്റും താമസിക്കുന്ന വീടിന്റെ ഗേറ്റിനോടടുത്തതും അകത്തു നിന്നും ഒരു ടെമ്പോവൻ പുറത്തേക്ക് പാഞ്ഞു വന്നു. വാനിൽ നിന്നും ഒരു നിലവിളി കേട്ടുവോ? അവൻ സംശയിച്ചു. പോർട്ടിക്കോവിൽ കാർ നിന്നു. ജയസൂര്യൻ ചാടിയിറങ്ങി. പ്രധാന വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവൻ അകത്തേക്ക് നോക്കി. ആരെയും കണ്ടില്ല. കോളിംഗ് ബെൽ അമർത്തി കാത്തുനിന്നു. പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൻ അകത്തേക്ക് കയറി. വിസിറ്റിംഗ് റൂം ശൂന്യം. അടുത്ത മുറിയിലേക്ക് പാദങ്ങൾ ചലിച്ചു. പൊടുന്നനെ അവൻ നിന്നു. വാതിൽപ്പടി വരെ ഒലിച്ചു വന്നിരിക്കുന്ന ചോര. ജയസൂര്യന്റെ തലച്ചോറിൽ ഒരു സ്ഫോടനം നടന്നു. അവൻ അകത്തേക്ക് എത്തി നോക്കി. അവിടെ മുറി മുഴുവൻ ചോര. അതിന് നടുവിൽ ശിരസില്ലാത്ത ഒരു ശവശരീരം. അറുത്തെടുത്ത ശിരസ് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് DYSP ജയശങ്കറുടെ ശവശരീരം. താൻ അടിമുടി വിറക്കുകയാണെന്ന് ജയസൂര്യൻ അറിഞ്ഞു.
അവൻ പെട്ടെന്ന് പിൻവാങ്ങി. ഇടത്തെ മുറിയിലേക്ക് കയറി. ശരീരത്തിൽ ചോരപ്പൂക്കളുമായി അവിടെയും ഒരാൾ കമിഴ്ന്നു കിടപ്പുണ്ടായിരുന്നു. CI രവീന്ദ്രൻ. കെട്ടിടം മുഴുവൻ തിരഞ്ഞിട്ടും ശകുന്തളയോ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെയോ കണ്ടില്ല. പാഞ്ഞുപോയ വാനിൽ നിന്നും കേട്ട നിലവിളി അവന്റെ ഓർമ്മയിലെത്തി. കൊലയാളികൾ അവരെ കടത്തിക്കൊണ്ടുപോയിരിക്കും. ജയസൂര്യൻ ഓടി വന്നു. കാറിൽ കയറി അതിവേഗത്തിൽ പിന്നോട്ടെടുത്ത് തിരിച്ചു. ശരം പോലെ അത് പാഞ്ഞുപോയി. ഈ കൊലപാതകത്തിന് പിന്നിൽ മധുസൂദന്റെയും ദേവലാലിന്റെയും കൈകളാണെന്ന് അവനറിയാമായിരുന്നു. ദേവലാലിനെ അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതികാരം. അബ്ഗാരി മധുസൂദന്റെ ഗോഡൌണിന് പിന്നിലെ കെട്ടിടത്തിൽ വാൻ വന്നു നിന്നു. ദേവലാലും സുഹൃത്തുക്കളും അതിൽ നിന്ന് ചാടിയിറങ്ങി. പിന്നാലെ ശകുന്തളയെയും മറ്റു 2 യുവതികളെയും ഗുണ്ടകൾ വലിച്ചിറക്കി. അവരെ അകത്തേക്ക് കൊണ്ടുപോകൂ, ദേവലാൽ ആജ്ഞാപിച്ചു. അവന്റെ ശരീരം നിറയെ ചോരയായിരുന്നു. ഡിവൈഎസ്പിയുടെ കഴുത്തറുത്തപ്പോൾ തെറിച്ച ചോര. ദേവലാൽ വേഗം ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി വന്നപ്പോൾ സുഹൃത്തുക്കൾ 2 പേരും മദ്യസേവ നടത്തുകയായിരുന്നു. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. മൂവരും അകത്തെ മുറിയിലേക്ക് ചെന്നു. വാതിൽക്കൽ കാവൽ നിന്നിരുന്ന ഗുണ്ടകൾ പിൻവാങ്ങി. ദേവലാലിനെ കണ്ടപ്പോൾ ശകുന്തള വിറയ്ക്കാൻ തുടങ്ങി. സുന്ദരി, എത്ര തവണ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ്, പക്ഷേ ഇത്തവണ നീ രക്ഷപ്പെടില്ല. അവൻ അവളോടടുത്തു. മറ്റുള്ളവർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരുടെ നേരെയും. വേണ്ട, അരുത്, മൂവരും കേണപേക്ഷിച്ചു. രക്ഷയില്ല. കഴുകന്മാർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മുകളിൽ കറങ്ങി തിരിയുന്ന ഫാനിന്റെ കാറ്റിൽ വലിച്ചു പറയിക്കപ്പെട്ട ഉടയാടകൾ ഇളകി പറന്നു. പുറത്ത് പാഞ്ഞെടുക്കുന്ന കാറിന്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം മുറ്റത്ത് കിടന്നിരുന്ന വാനിലും കെട്ടിടത്തിലും പതിഞ്ഞു. അതിന്റെ വരവ് കണ്ടപ്പോഴേ അത്ര പന്തിയില്ലെന്ന് ഗുണ്ടകൾക്ക് തോന്നി. അവർ പുറത്തേക്ക് ചാടിയിറങ്ങി. ഒരു നിമിഷം കാർ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗുണ്ടയെ ഇടിച്ചു തെറിപ്പിച്ചു. അയാളുടെ ശരീരത്തിൽ നിന്ന് ചീറ്റിത്തെറിച്ച ചോര കാറിന്റെ മുന്നിൽ ഗ്ലാസിൽ ചിതറി വീണു. അരയ്ക്ക് മുകളിലുള്ള ഭാഗം ബോണറ്റിന് പുറത്തേക്ക് ചാഞ്ഞു. മറ്റു ഗുണ്ടകൾ പാഞ്ഞെത്തിയപ്പോഴേക്കും ജയസൂര്യൻ ഊക്കോടെ ഡോർ തുറന്നു. മുന്നിൽ വന്നവന്റെ നെറ്റിയിൽ ഇടിയേറ്റു. അയാൾ പിന്നോട്ട് മലിച്ചപ്പോൾ നീട്ടിപ്പിടിച്ച കത്തിയുമായി അവൻ പുറത്തേക്ക് ചാടി. ജയസൂര്യന് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. അവൻ ഇടമല നോക്കാതെ ഗുണ്ടകളെ ഓരോരുത്തരായി കുത്തി വീഴ്ത്തി. ദീനരോധനങ്ങൾ കൊണ്ട് അവിടെ മാകെ മുഖരിതമായി. അകത്തു നിന്നും ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെ ഒരു നിലവിളി ജയസൂര്യൻ കേട്ടു. കത്തി അരയിൽ തിരികിയിട്ട് താഴെ കിടന്നിരുന്ന ഒരു ഇരുമ്പ് വടി അവൻ കടന്നെടുത്തു. പിന്നെ ചാരിയിട്ടിരുന്ന വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്കോ ചാടി. എടാ! ദേവലാലും ഗുണ്ടകളും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ജയസൂര്യൻ. അവർ യുവതികളെ വിട്ട് ചാടി എണീറ്റു. ജയസൂര്യൻ ക്ഷണനേരം കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടു. ദേവലാലും കൂട്ടുകാരും ജയസൂര്യനെ വളഞ്ഞു. അവൻ ഇരുമ്പോടി കൊണ്ട് ശരിക്കും ഒരു പ്രയോഗം നടത്തി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂവരും അത്യാസന്ന നിലയിൽ. നിങ്ങൾ വരൂ, യുവതികളും കൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. കാറിൽ കയറ്. ഞൊടിയിടയിൽ ജയസൂര്യൻ കാർ തിരിച്ചു പായിച്ചു. കഷ്ടിച്ച് 1 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ അവൻ വണ്ടി നിർത്തി. പൊന്തക്കാടുകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത്. നിങ്ങൾ ഇവിടെ മറിഞ്ഞു നിൽക്കണം, ഞാൻ ഉടനെ വരാം. ധൈര്യത്തിന് ഇതാ ഒരു റിവോൾവർ കൂടി വച്ചോളൂ. അവൻ റിവോൾവർ ജയശങ്കറുടെ ഭാര്യയെ ഏൽപ്പിച്ചു. അവരെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. വീണ്ടും മധുസൂദന്റെ സ്റ്റോറിന് നേരെയാണ് ജയസൂര്യൻ പോയത്. അവൻ എത്തുമ്പോൾ ദേവലാലും കൂട്ടരും ഞെരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ജയസൂര്യൻ പുറത്തു കിടന്നിരുന്ന ഗുണ്ടകൾ കൂടി വലിച്ചു കൊണ്ടുവന്ന് അകത്തിട്ടു. നിറച്ചു വെച്ചിരുന്ന ചാരായ ജാറുകൾ എടുത്തുകൊണ്ടുവന്ന് അവൻ മുറിയിലേക്ക് ഒഴുക്കി. മുറികളിലേക്ക് മദ്യം പടർന്നപ്പോൾ വെള്ളത്തിൽ വീണ പുഴുക്കളെ പോലെ അവർ പിടയുവാൻ തുടങ്ങി. ജയസൂര്യൻ പുറത്തു ചാടി. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് അകത്തേക്ക് എറിഞ്ഞു. ബൂം! ഒരാളിക്കത്തൽ. ജയസൂര്യൻ കാറിന് നേരെ ഓടി. കെട്ടിടം മുഴുവൻ തീ വ്യാപിക്കുകയായിരുന്നു. ജയസൂര്യൻ പൊന്തക്കാടിനടുത്തെത്തി. സ്ത്രീകളെ കാറിൽ കയറ്റി. നിങ്ങളെ എവിടെ പാർപ്പിക്കുമെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. അവന്റെ സ്വരം പതറി. തൽക്കാലം ഞങ്ങൾ ഇപ്പൊ താമസിച്ചിരുന്നിടത്തേക്ക് പോയാൽ മതി. ജയശങ്കറുടെ ഭാര്യയാണ് പറഞ്ഞത്. പോലീസ് തപ്പാവുന്നിടത്തൊക്കെ ജയസൂര്യനെ തപ്പി. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. മധുസൂദന്റെ സ്റ്റോറിലെ കൂട്ടക്കളിയോടുകൂടി ജയസൂര്യൻ ഒരു പ്രൊഫഷണൽ കില്ലറായി കഴിഞ്ഞു. അസംബ്ലിയിൽ ആകെ ബഹളമാണ്. ഭരണകർത്താക്കൾക്ക് രാജിവെക്കാതെ പറ്റില്ല എന്ന അവസ്ഥ സംജാതമായി. രാജിവെക്കുവാൻ തന്നെ ചീഫ് മിനിസ്റ്റർ സേതുനാഥ് സംഘവും തീരുമാനിച്ചു. ഭരണകക്ഷിക്കാരുടെ ഒരു രഹസ്യയോഗം അദ്ദേഹം വിളിച്ചുകൂട്ടി. അബ്ഗാരി കോൺട്രാക്ടർ മധുസൂദന്റെ വക ഹോട്ടൽ കോഹിന്നൂരിലാണ് യോഗം നടത്തുവാൻ തീരുമാനിക്കപ്പെട്ടത്. ചീഫ് മിനിസ്റ്റർ സേതുനാഥ്, എക്സൈസ് വകുപ്പ് മന്ത്രി ചാക്കോ വട്ടപ്പറമ്പൻ, MLA-മാരായ രാജസേനൻ, കുഞ്ഞികൃഷ്ണൻ, അനന്തൻ എന്നിവരും അബ്ഗാരി മധുസൂദനും മാത്രം അടങ്ങുന്ന ഒരു പ്രത്യേക യോഗം കെട്ടിടത്തിന്റെ ടെറസിൽ വെച്ച് കൂടി. രാത്രി 2 മണിക്ക്. താഴെ മുഴുവൻ മധുസൂദന്റെ ഗുണ്ടകളായിരുന്നു. യാദൃശ്ചികമായെങ്കിലും ജയസൂര്യൻ കടന്നു വന്നാലോ എന്ന് അവർ സംശയിച്ചിരുന്നു. 2:30 കഴിഞ്ഞിട്ടും യാതൊരു അനിഷ്ട സംഭവവും ഉണ്ടായില്ല. ഈ സമയം 4ാം നിലയിലെ ഒരു മുറിയിലേക്ക് മദ്യവും സോഡയും മറ്റും നിറച്ച ട്രേയുമായി ബെയറർ കടന്നു ചെന്നു. കസേരയിൽ ചിന്താധീനനായിരുന്ന മനുഷ്യൻ തലയുയർത്തി. സന്ധ്യ മുതൽ കുടി തുടങ്ങിയയാൾക്ക് ഇതുവരെയും സ്വബോധം അറിയാത്തതിൽ ബെയറർക്ക് അത്ഭുതം തോന്നി. അവിടെ വെക്കൂ, അയാൾ പറഞ്ഞു.
പക്ഷെ താൻ എത്തിക്കുന്ന മദ്യവും മറ്റും ആ മനുഷ്യൻ വാഷ് ബേസിൽ ഒഴിച്ചു കളയുകയായിരുന്നുവെന്ന് ബെയറർ അറിഞ്ഞിരുന്നില്ല. താനിങ്ങ് വാ. അയാൾ ബെയററെ കൈയാട്ടി വിളിച്ചു. അയാൾ അടുത്തു വന്നു. ഇതെന്താണ് തറയിൽ കിടക്കുന്നത്? സൂക്ഷിച്ചു നോക്കിക്കേ. ബെയറർ കുനിഞ്ഞ് തറയിലേക്ക് നോക്കിയതും കൈപ്പത്തി കൊണ്ട് കഴുത്തിൽ വെട്ടേറ്റതും ഒന്നിച്ചായിരുന്നു. ഒന്ന് നിലവിളിക്കുക പോലും ചെയ്യാതെ ബെയറർ ബോധമറ്റു വീണപ്പോൾ ആ മനുഷ്യൻ വേഗത്തിൽ അയാളുടെ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തു. ഒരു ലാർജ് കൂടി വേണം. MLA രാജസേനന് നിർബന്ധം. ശരി. മധുസൂദനൻ താഴേക്ക് ഫോൺ ചെയ്തു. ബെയറർ വിസ്കിയുമായി കാവൽ നിൽക്കുന്ന ഗുണ്ടകൾക്കിടയിലൂടെ ടെറസിലേക്ക് വന്നു. മുകളിലെത്തിയ ഉടനെ അയാൾ താഴേക്കുള്ള വാതിൽ കൊട്ടിയടച്ച് എല്ലാ കൊളുത്തും ഇട്ടു. എന്തിനാടോ വാതിലടച്ചത്? മധുസൂദനൻ തിരക്കി. നിന്നെയൊക്കെ കൊല്ലാൻ. ബെയറർ പോക്കറ്റിൽ നിന്ന് റിവോൾവർ എടുത്ത് അവരുടെ നേരെ ചൂണ്ടി. എല്ലാവരും ഞെട്ടിവറച്ചുപോയി. നീ നീ ഞാൻ ജയസൂര്യൻ. പൊടുന്നനെ അവൻ തലപ്പാവ് എടുത്തു മാറ്റി. നട്ടലിനുള്ളിൽ ഒരു പഴുത്ത ലോഹദണ്ഡ് തുളഞ്ഞു കയറുന്നതുപോലെ സേതുനാഥന് തോന്നി. ആരുടെയും കയ്യിൽ ഒരായുധം പോലുമില്ല. എന്തു ചെയ്യും? ഈ നാട് നശിപ്പിച്ചിട്ട്, എന്റെ കുടുംബം തകർത്തിട്ട്, അനേകരെ കൊന്നൊടുക്കിയിട്ട് അടുത്ത നീക്കത്തിന് വേണ്ടിയുള്ള പുറപ്പെടാണ് അല്ലേ? ആരും ഉത്തരം പറഞ്ഞില്ല. പക്ഷെ ഇനി നിങ്ങളെ ഞാൻ ജനദ്രോഹപരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ അനുവദിക്കില്ല. അവൻ ചിരിച്ചു. കൊലച്ചിരി. ഞങ്ങളെ ഉപദ്രവിക്കരുത്. മുഖ്യമന്ത്രി കേണു. ഏയ് സാറ് തമാശ പറയാതെ. ജയസൂര്യൻ മുന്നോട്ട് ചാടി അദ്ദേഹത്തിന്റെ മുഖം അടച്ച് ഒന്നു കൊടുത്തു. അയ്യോ! ഞൊടിയിടയിൽ അവൻ മറ്റുള്ളവരെയും ഇടിച്ചു തെറിപ്പിച്ചു. അവർ മുറവിളി കൂട്ടി. താഴെ നിന്നിരുന്ന ഗുണ്ടകൾ അത് കേട്ടു. അവൻ അപകടം മനസ്സിലാക്കി വാതിലിൽ ഇടിക്കാൻ തുടങ്ങി. താമസിച്ചാൽ കുഴപ്പമാകുമെന്ന് ജയസൂര്യന് തോന്നി. 6 പേര് എഴുന്നേക്കിൻ, അവൻ ആജ്ഞാപിച്ചു. അവർ അനുസരിച്ചു. അവർ ഓരോരുത്തരെയും മാറിൽ റിവോൾവർ അമർത്തിക്കൊണ്ട് അവരെ പിന്നോട്ട് നടത്തി ടെറസിന്റെ അറ്റത്ത് എല്ലാവരെയും നിരനിരയായി നിർത്തി. തിരിഞ്ഞു നോക്കരുത്, തല കറങ്ങി താഴെ വീഴും. അവന്റെ മുന്നറിയിപ്പ്. ഗുണ്ടകൾ വാതിൽ പൊളിക്കാറായി. ജയൻ, ഞങ്ങളെ കൊല്ലരുത്. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. നിന്റെ പേരിലുള്ള കേസുകൾ പിൻവലിപ്പിക്കാം, അവർ യാചിച്ചു. മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ നിങ്ങൾക്കാവുമോ? എങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലാതെ വിടാം. ആരും മറുപടി പറഞ്ഞില്ല. ഞൊടിയിടയിൽ അവൻ ട്രിഗറിൽ തുടരെ വിരലമർത്തി. 6 പേരുടെ മാറിലും ബുള്ളറ്റുകൾ തുളഞ്ഞിറങ്ങി. ചോര ചീറ്റി. അവർ പിന്നോട്ട് മലച്ചു. കെട്ടിടത്തിൽ നിന്നും താഴേക്ക്. അപ്പോൾ വാതിൽ തകർത്ത ഗുണ്ടകൾ അവന്റെ നേരെ പാഞ്ഞെടുത്തു. റിവോൾവർ ചൂണ്ടിയപ്പോൾ അവർ നിന്നു. അവൻ ടെറസിന്റെ കോണിൽ റിവോൾവർ ചൂണ്ടിയിരുന്നു. പോലീസിന് ഫോൺ ചെയ്യ്. അവർ വരുന്നതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം. ജയസൂര്യൻ വികൃതമായി ചിരിച്ചു. ആരോ പോലീസിന് ഫോൺ ചെയ്തു. ഞാൻ സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് പോലീസിന് പിടികൊടുക്കാൻ കാത്തിരിക്കുന്നത്, അവൻ വിളിച്ചു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല രാജ്യസ്നേഹി ഞാനാണ്. നാട് മുടിക്കുന്ന ഒരു പറ്റം ആൾക്കാരെ ഞാൻ ഇല്ലാതാക്കിയില്ലേ? ആരും മിണ്ടിയില്ല. താഴെ പോലീസ് വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ടു തുടങ്ങി. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നോവലുമായി വീണ്ടും കാണാം. നന്ദി.